أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. ഈ ആയത്തിൽ ഒരു കൽപ്പന, ഒരു നെഹി. എന്ന കൽപ്പന ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ എന്നാണ് നെഹിയാണ്. മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത് ഉദ്ഖുലൂ, നിങ്ങൾ കയറണം ഫിസ്സിൽമി. എന്നുവെച്ചാൽ അല്ലാഹുവിൻ്റെ താഅത്തിൽ എന്നൊരർത്ഥമുണ്ട്, ഇസ്ലാമിൽ എന്ന് തന്നെയും അർത്ഥമുണ്ട്. രണ്ടർത്ഥമുണ്ട്. അപ്പം മോമിനിങ്ങൾ ഇസ്ലാം ആയല്ലോ, പിന്നെന്തിനാണ് അയാളെ പിടിച്ചിട്ട് കടക്കുന്നതിനുള്ള ആവശ്യം വരുത്തുന്നത്? തഹ്സീലുൽ ഹാസിലല്ലേ അതിനെ പറയുന്നത്. ഇത് മുനാഫിക്കിനെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. അവർ ലാഹിർ പ്രകാരം യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചു. ലാഹിറിൽ മുഅമലാത്തിൽ ആരാന്ന് പറയും? മോമിനിങ്ങളെ സ്ഥാനത്താണ് കണക്കാക്കുന്നത്, ബാത്തിനിൽ അല്ലെങ്കിലും. അതാണ് യാ അയ്യുഹല്ലദീന ആമനൂ എന്നിട്ട് ബി അൽസിനതിഹിം, അവർ നാവ് കൊണ്ട് മാത്രം വിശ്വസിച്ചു. അടിസ്ഥാനത്തില് അലാ അന്നൽ ഖിതാബ ലിൽ മുനാഫിഖീൻ, ഈ ഖിതാബ് മുനാഫിഖീങ്ങളോടാണ് എന്ന് വെച്ചുകൊണ്ടാണ് ഇപ്പം തഫ്സീർ പോകുന്നത്. അപ്പൊ മുനാഫിഖ് എന്തായിട്ടില്ല, മുഴുവനും കയറിയിട്ടില്ല. അബൂദുഖുലൂ ഫിസ്സിൽമി കാഫത്തൻ എന്ന് പറഞ്ഞാൽ അടങ്ങനെ, അതായത് ഒരു ജുസിയ്യാത്തിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. അല്ല സാധാരണ ഒരു നല്ല പേരിട്ടൂടെ പേരിൽ എന്തിരിക്കുന്നു? നല്ല കൽബിലല്ലേ പേര്? ഇസ്ലാമാ? അങ്ങനെ ഓരോന്ന് വെച്ചാലും ഒരു ഇഞ്ചൻ എടുത്തിട്ട് ഒരു നെറ്റ് കൂടുക, ഇതെന്ത് ഇഞ്ചന? അല്ല ബോൾട്ട് കൂടുക, ഇതെന്ത് ഇഞ്ചന? ഇങ്ങനെ പാർട്സ് ഇങ്ങനെ അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഇഞ്ചന അവിടെ. അപ്പൊ ഇസ്ലാം എന്നുള്ളത് പേരിലുണ്ട്, വേഷത്തിലുണ്ട്, നടത്തത്തിലുണ്ട്, തിന്നലിലുണ്ട്, കുടിക്കലിലുണ്ട്, കോലം കെട്ടലിനും അല്ല ഇസ്ലാം. അപ്പൊ പേരിലുണ്ട് എന്ത് ഇസ്ലാം? എല്ലാ ജുസിയ്യാത്തിലും. അപ്പൊ പൂർണ്ണ മുസ്ലിമാണ്. അപ്പൊ ഒരു സ്ഥലത്തെത്തുമ്പോ മാസദേവന്, മറ്റു സ്ഥലത്തുമ്പോ കഞ്ഞിമൂലി ഉണ്ടായാൽ പറ്റൂല. അതാണ് കാഫ ഐ ഇസ്തസ്ലിമൂ ലില്ലാഹി തആല, അല്ലാഹു തആലക്ക് വേണ്ടി നിങ്ങൾ പൂർണ്ണമായി കീഴടങ്ങുക. വാതിഊഹു ജുംലതൻ, മൊത്തത്തിൽ വഴിപ്പെടണം. ലാഹിറിനും വഴിപ്പെടണം, ബാത്തിനും വഴിപ്പെടണം. അപ്പൊ ഈ ഫസ്സിൽമു ഫിസ്സിൽമി എന്ന് പറഞ്ഞ അർത്ഥം ഉണ്ടല്ലോ, അത് ബിമാനൽ ഇസ്തിസ്ലാമി വത്വാഅത്തി, അല്ലാഹുവിന്റെ അഹ്കാമിന് കീഴടങ്ങുക, ത്വാഅത്ത് എന്ന അർത്ഥത്തിന്. ഇനി കാഫത്തൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അടങ്ങനെ. അത് ഹാലാണ്. തുവക്കിദു മാനൽ ഉമൂം, ഉമൂമുണ്ടല്ലോ എല്ലാം എന്ന് പറയുന്ന ആ ഉമൂമിനെ ശക്തിപ്പെടുത്താനുള്ള ഹാലാണ്. ജനങ്ങൾ വന്ന് കാഫത്തൻ, ഒരാളും വഴിയാതെ വന്നു. അതാ പറയുന്ന ഫൈന ഖൗലക ഖാമൽ ഖൗമു കാഫത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായെന്നറിയോ? എല്ലാവരും വന്നിട്ടുണ്ടെന്നായി. ബിമൻസിലത്തി ഖാമു കുല്ലുഹും, അവരെല്ലാവരും വന്നിരിക്കുന്നു എന്നർത്ഥത്തിനായി. ഇനി അവിൽ മഅന അല്ലെങ്കിലോ ഉദ്ഖുലൂ ഫിസ്സിൽമിന്റെ മഅന നോക്ക്, ഫിൽ ഇസ്ലാമി. അപ്പൊ സിൽമിന് എന്താ അർത്ഥമായി? ഇസ്ലാമി ബികുല്ലിയതിഹി വലാ തഖ്ലിതു ബിഹി ഗൈറഹു, അതിന്റെ കൂടെ മറ്റൊന്നിനെ കലർത്താൻ പാടില്ല. ഇസ്ലാമേതര കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ മനസ്സിലുറപ്പിച്ചിട്ടില്ല. കാല് ശരിയല്ലേ, കാല് പാതയിൽ വെച്ചിട്ടില്ലേ, പിന്നെന്തിനാ അവിടെ തെറ്റിപ്പോവാൻ? അതൊന്നും പറ്റൂല. മറ്റൊന്ന് കലർത്താൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഹിതാബ് ആരോടായിരിക്കും?
ഫൽഖിതാബു ലിമുഅ്മിനീ അഹ്ലിൽ കിതാബ്, അഹ്ലുൽ കിതാബിൽ നിന്ന് വിശ്വസിച്ച മുഅ്മിനീങ്ങളോടാണ് പറയുന്നത്. അപ്പൊ അവരെന്താ തെറ്റ് ചെയ്തത്? അത് പറയുന്നത് ചിലതെന്താക്കുന്നറിയോ, അഹ്ലുൽ കിതാബിന്റെ പഴയ ഹുക്കം എടുത്തു കളയും, ഇസ്ലാമിൽ തന്നെ നിന്നുകൊണ്ടിട്ട്. അപ്പൊ അതിലേക്ക് നോക്കണ്ട, അതിന്റെ ഹക്കം വേണ്ടപ്പെട്ട ഹക്കാമെല്ലാം എന്തിനടങ്ങി? ഖുർആനിലടങ്ങിയത് കൊണ്ട് നീ അങ്ങോട്ട് പോണ്ടാണ്. അത് പറയുന്ന فإنهم كانوا يراعون بعض أحكام دينهم القديم, അവരുടെ ഖദീമായ ദീനിന്റെ ചില അഹ്കാമുകൾ അവർക്ക് ഏറ്റെടുക്കാറുണ്ട്, അള്ളാഹുവിന്റെ തന്നെ. പക്ഷെ ഖുർആൻ കൊണ്ട് അത് നസ്ഖാക്കേണ്ടത് നസ്ഖാക്കി, ഇസ്ബാത്താക്കേണ്ടത് ഇസ്ബാത്താക്കി കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ എടുത്താൽ മതിയല്ലോ. അതെ, كما روي عن عبد الله بن سلام رضي الله عنه وأصحابه, അവർ അസ്ഹാബിമാരും كانوا يتمسكون ببعض شرائع التوراة, തൗറാത്തിന്റെ ശരീഅത്തിൽ നിന്ന് ചിലത് പിടിക്കാറുണ്ടായിരുന്നു. ഒന്ന് മിൻ തഅലീമി സൗത്ത്, ശനിയാഴ്ചക്ക് പ്രാധാന്യം കൽപ്പിക്കും. ശനിയാഴ്ച അവരുടെ ജുമയാണല്ലോ. അപ്പം നമ്മ എന്താക്കി, നമ്മ വെള്ളിയാഴ്ചക്ക് പ്രാധാന്യത്തിലേക്ക് മറക്കുമ്പോൾ ശനിയാഴ്ച വളരെ ദിവസം. അപ്പൊ അവർ ശനിയാഴ്ചക്ക് പ്രാധാന്യം കൽപ്പിക്കും, പണ്ടേ തൂർമുക്ക്. അതുപോലെ ഒട്ടകത്തിന്റെ പാല് ഹറാമാക്കൽ, എന്നാൽ പണ്ട് ومن الذين هادوا حرمنا عليهم وبظلم من الذين هادوا حرمنا عليهم طيبات أحلت لهم. ദുൽമ ചെയ്ത് ഗുരുത്തക്കേട് കാട്ടിയ വകയിൽ എന്താക്കിയിട്ടുണ്ട്, ഹലാല് തന്നെ അള്ളാഹു തആല ചിലത് വിലക്കിയിട്ടുണ്ട്, നിയമം മുഖേന വിലക്കി. ഇപ്പം നിയമം മുഖേന വിലക്കാനില്ല. ഇപ്പം എന്താക്കും, രോഗം വന്നിട്ട് വിലങ്ങും. ബിരിയാണി വെച്ചുകൂടാ, ആട്ടർച്ച കൂട്ടിക്കൂടാ, ഒറ്റ കൂട്ടിക്കൂടാ, ഉറച്ച കൂട്ടിക്കൂടാ, ചുരുക്കത്തെ തയ്യബാത്ത് ഒന്നും തൊട്ടുകൂടാ. അയാൾ പട്ടിണി കിടക്കണം. ₹1,00,000 കോളുണ്ടാക്കിയാൽ അയാൾക്ക് പറ്റില്ല. അതെന്താക്കി, രോഗം വരുമോ, മറ്റെന്താണ് കൊളസ്ട്രോൾ കൂടുവോ, പഞ്ചാര കൂടുവോ, ചായപ്പൊടി കൂടുവോ, ബോധം കെട്ടു പോവോ, മൂക്കിലേക്ക് കൂടി ചോരയും നീര് ഒലിക്കുവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഊഹങ്ങളും പേടികളും എന്താക്കി അവരെ തീറ്റി മുടക്കി. അപ്പൊ അതിന്റെ പിന്നിൽ ദുൽമിൻ ഉണ്ടാവും. നിയമം മുഖേന മാറ്റണമെങ്കിൽ എന്താക്കണോ, ശറഅ മാറ്റേണ്ടിയിട്ടുണ്ട്. അപ്പൊ വാൽബാനഹ അതിന്റെ പാലിനെയും എന്നിട്ട് ഒവയത്തുറുക്കൂന ഗൈറഹ മറ്റുള്ളതിനെ ഒഴിവാക്കും. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊന്നും ഇപ്പൊ എടുക്കണ്ട, പണ്ടത്തെല്ലാം പോയതെല്ലാം പോയി. അപ്പൊ ഖുർആൻ കൊണ്ടെന്താക്കി, മുമ്പത്തെ അഹ്കാമിൽ കംപ്ലീറ്റ് നസ്ഖ് ചെയ്തു, ഉസൂൽ അവിടെ നിർത്തുകയും ചെയ്ത് ഇനി ഖുർആൻ മാത്രം എടുത്താൽ മതി. ഇനി നഹിയല്ലേ പറയാൻ പോകുന്നത്, വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ, ശൈത്വാന്റെ ഖുതുവാത്ത് നിങ്ങൾ പിൻപറ്റാൻ പാടില്ല എന്ന് പറഞ്ഞത് നഹിയാണ്. ജംഉ ഖുതുവത്തിൻ, ഖുതുവത്തിന്റെ ജമാണ് ഖുതുവാത്ത്. അതെങ്ങനെ വായിക്കണം, ബില്ലമ്മി ഖു എന്ന് വായിക്കുക, വസ്സുകൂനി താക്ക് സുക്കൂനും, ഖുതുവത്ത് ഖുതുബത്തിന്റെ ഖുതുബാത്ത് എന്ന് പറയും പോലെ. വഹുവ മാ ബൈനൽ ഖദമൈനി, രണ്ട് കദമിന്റെ ഇടയിലുള്ള അകലത്തിനാ പറയും. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുത്തു വെച്ചാൽ അതാണ്. അപ്പോ ശൈത്താന്റെ കഥമും കാലവും അതിന്റെ അളവിലൂടെ ഉണ്ടായിനി, പിമ്പറ്റണ്ടെന്ന് പറയാനേ. അതിന് പറയുന്നത് ലാ തസ്ലുക്കു മസാലിക്കഹു, അവൻ പ്രവേശിച്ച മാർഗത്തിൽ പ്രവേശിക്കണ്ട. ശൈത്താൻ എന്തുകൊണ്ട് ശൈത്താനായി അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് പുറത്തുപോയി, അതൊന്നും നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. എന്നല്ല ഉണ്ടായിന്, അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അഹ്കാമിന് ഭയപ്പെടാതിരിക്കലാണ് അബാ, സുജൂദ് ചെയ്യുമ്പോൾ ചെയ്യൂല എന്ന്. എന്താണ് ആ ദീന ചെയ്യാത്തത്, ഞാൻ വലിയ ആളാന്ന് പറഞ്ഞിട്ട് കിബറും കാട്ടി. അവസാനം എന്താക്കി, കുഫ്രിയത്തിലേക്ക് എത്തി. പിന്നെ ഇക്കൊച്ചപ്പം പറഞ്ഞു ഹാസദ എന്ന്. ശൈത്താനിയായ കുറെ അഖലാഖുകൾ 100 എണ്ണാനുണ്ട്. അതൊന്നും നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ വലാ തുതീഉഹു, ശൈത്താനെ നിങ്ങൾ വഴിപ്പെടണ്ട. ഫീമാ ദഅാകും ഇലൈഹി, അവൻ എന്തിലെല്ലോ വിളിക്കും. മിനസ്സുബുലി സായിഗത്തി, തെറ്റായ മാർഗങ്ങളിൽ നിന്ന്, ഇസ്ലാമിന്റെ ഹക്കായ മാർഗത്തിൽ നിന്ന് തെറ്റിയാലാണ് വൽ വസാവിസിൽ ബാത്തില, ബാത്തിലായ വസ്വസത്തും ഉണ്ടാക്കും. അതൊന്നും പിൻപറ്റാൻ പാടില്ല എന്ന്. അതെന്താ കാരണം, ഇന്നഹു ലക്കും അദുവ്വൻ മുബീൻ, ശൈത്വാന് നിങ്ങൾക്ക് മുബീനായ അദുവ്വെന്ന അദാവത്ത് വളരെ വ്യക്തമാണ്. അത് ലാഹിറുൽ അദാവ, അതെന്തിന്റെ അർത്ഥാണ്, മുബീൻ. അദാവത്ത് വളരെ ലാഹിറാണ്. യുരീദു അൻ യുഫ്സിദ അലൈക്കും
ബിഹാദിഹിൽ വസാവിസ്, ഇത്തരത്തിലുള്ള വസാവിസ് കൊണ്ട് അവൻ ഫസാദാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇസ്ലാമക്കും, നിങ്ങളുടെ ഇസ്ലാമിനെ ഫസാദാക്കാൻ. വാസ്തുവിനെ തൃപ്തിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പര വീണ് പോകും, വെള്ളം കയറുമോ, അവിടെ താമസിക്കാൻ കൊള്ളാണ്ടാകും, അവിടെ വാസ്തുവിനെ പൊട്ടിയിടാന്ന്. അതിന് കുറെ ജൂലുവസ് അറിവുണ്ട്. ബിസ്മിൻകുട്ടി കാല് വെച്ചാൽ തന്നെ എല്ലാ വറക്കത്തും കിട്ടിയെന്നാ പറയുന്നത്. അതൊന്നും എടുക്കൂല. മഗ്‌രിബിന് വാതിലടക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച സുന്നത്താണ്. അതില്ലാതെ മലക്കം തോന്നിട്ടുണ്ടാവും. റാത്തീൻ ഓതൂല, അല്ലാതെ ഓതൂല, യാസീൻ ഓതൂല, ഒന്നും ഉണ്ടാവില്ല. നമ്മൾ തന്നെ സ്വയം വരുത്തും. എന്നാണെന്താന്ന് വലിയക്കളെല്ലാം മുജാഹിദ് ആശയക്കാരായിട്ടാണ് ഇപ്പൊ പോകുന്നത്. അതൊന്നും വരണ്ട. എന്തിനാന്ന് കാരണം ആടാ കഞ്ഞി പോലൊക്കെ കക്കൂസ് വന്നിരിക്കും. അതുകൊണ്ടെന്താ ഈ മക്കളെല്ലാം ഇത് നോക്കും. മുജാഹിദിന്റെ സ്കൂളിലാക്കുന്ന ബസ്സും അതുപോലെ തന്നെ അടുത്ത പ്രസിദ്ധീകരണങ്ങൾ അവിടെ ഇത്ര അട്ടിക്ക് നിറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കഞ്ഞിമൂലയാണ് ഇത്ര മതി. അവിടെ നല്ല കോഴ്സാണ്, നല്ല അവസരം പഠിപ്പാന്നുകൊണ്ട് അടുത്തേക്ക് അയക്കുന്നത്. അതിന് മുജാഹിദ് കുട്ടികൾ മുജാഹിദായി പോകുന്നു. ഇപ്പൊ അതിന് കാരണം പറയാം. എന്തൊക്കെ ബുദ്ധിയാണ് അല്ലാഹു തആല കൊടുത്തത് കളിച്ചു. ഇനി فإن زللتم من بعد ما جاءتكم البينات فاعلموا أن الله عزيز حكيم. നിങ്ങൾക്ക് സല്ലത്ത് സംഭവിച്ചാൽ എപ്പോൾ ബയ്യിനാത്തെല്ലാം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, ഇനി യാതൊരു എതിറുമില്ല എന്നാ പറയുന്നത്. അറിവില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ബേച്ച വൈനെ പഠിപ്പിക്കാൻ ആളില്ലായിട്ടാണ്, അലിമികളില്ലായിട്ടാണ്, ഇതൊന്നും പറയാനുള്ള ന്യായമില്ല. ബയ്യിനാത്ത് വന്നതിന് ശേഷം നിങ്ങൾക്ക് സല്ലത്ത് വന്നാലേ എന്നിവരുടെ ജവാബ് എന്താ പറയുന്നത്? അല്ലാഹു തആല അസീസുൻ ഹക്കീമാണ്. അപ്പൊ നമുക്ക് സല്ലത്ത് വന്നിട്ട് അല്ലാഹു അസീസ് ഹക്കീമായില്ലേ? അപ്പൊ അതിന്റെ ഖബറല്ല, ജവാബല്ലത്. പറയാം. അസ്സലല് എന്ന് പറഞ്ഞാൽ എന്താ? ഫിൽ അസ്ലില് അസ്റത്തുൽ ഖദമി, കാല് വെറുതെ പോക്കുന്ന അർത്ഥം. നന്നാക്കുന്ന കാല് സ്ലിപ്പായി പോക്കും. സുമ്മ യുസ്തഅമലു, പിന്നെ അത് പ്രയോഗിച്ചത് ഫിൽ ഉദൂലി അനിൽ ഇഅ്തിഖാദിൽ ഹഖ്, ഹഖായ ഒരു ഇഅ്തിഖാദുണ്ട്, അതിൽ നിന്ന് തെറ്റിലേക്കാണ് പിന്നീട് എന്താക്കാൻ തന്നെ പ്രയോഗിക്കുന്നത്. അതാണ് അത്. മനസ്സിലായില്ലേ? പിന്നെ അതിനപ്പുറം ബിൽ അമലി സ്വാഇബി, ഏറ്റിക്കാതിന്റെ മുള്ളത്തഫാന്ന് വൽ അമലിയാന്ന് പറഞ്ഞത്. വാവാന്ന് അവിടെ വാബ് വിട്ടുപോയതാണ്. ഏറ്റിക്കാതുൽ ഹക്കും വേണം, സ്വായിബ് സ്വായിബ് എന്ന് പറഞ്ഞാൽ സവാബിനോടത്ത അമലും പോണം. അപ്പൊ അത് രണ്ടിൽ നിന്നും തെറ്റിയാൽ എന്ത് പറയും? സല്ലത്ത് എന്ന് പറയും. മനസ്സിലായില്ല? അവിടെ വാബ് വിട്ടതാണ്. എന്നായി നിങ്ങൾക്ക് വിശ്വാസത്തിലോ പ്രവർത്തനങ്ങളിലോ തെറ്റുപറ്റി എന്നായി. അതല്ലേ അഖ്തഅ്തുമുൽ ഹഖ്ക വതഅദ്ദൈതുമൂഹു, നിങ്ങൾ അതിനെ മറികടന്നു കളഞ്ഞു. ഇൽമൻ കാന ഔ അമല, ഇൽമ ഏതാന്ന് ഇഅ്തിഖാദ്, അമല് അമൽ വെച്ച്. എപ്പോ മിൻ ബഅദി മാ ജാഅത്കുമുൽ ബയ്യിനാത്ത്, നിങ്ങൾക്ക് ബയ്യിനാത്ത് വന്നതിന് ശേഷം. എന്താ ബയ്യിനാത്ത്? അൽ ഹുജജു വശവാഹിദു അലാ അന്ന മാ ദുഈതും ഇല ദുഖൂലി ഫീഹി ഹുവൽ ഹഖ്. നിങ്ങൾ എന്തിൽ പ്രവേശിക്കണമെന്നാണ് അല്ലാഹു തആല പറഞ്ഞ? ഫിസ്മിൽ കാഫത്തൻ. സിൽമിൽ കാഫത്തം പ്രവേശിക്കണമെന്നല്ലേ പറഞ്ഞത്? അതിനെ നിങ്ങൾ പ്രവേശിക്കാൻ വേണ്ടി നിങ്ങൾ ക്ഷണിക്കപ്പെട്ടത് ഹക്ക് തന്നെയാണ് എന്ന കാര്യം ഇവിടെ വളരെ വ്യക്തമായിട്ടുണ്ട്. മനസ്സിലാകുന്നില്ലേ? ഫഅലമു, അപ്പൊ നിങ്ങൾ അറിയണം അന്നല്ലാഹ അസീസുൻ ഹക്കീമാണെന്ന് മനസ്സിലാക്കണം എന്നാ പറയുന്നത്. അപ്പൊ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹിന് രണ്ട് സിഫത്ത് ഓർമ്മിച്ചോളുന്നൊക്കെ ആയി. എന്നല്ലാണ്ട് സല്ലത്ത് കൊണ്ട് അല്ലാഹു അസീസുൻ ഹക്കീമായി എന്നല്ല. അങ്ങനെ അർത്ഥം വെച്ചിട്ട് മുസാഫ് ഒന്നും പഠിക്കാണ്ട് സ്വന്തം അർത്ഥം വെക്കാൻ പറ്റുന്ന മുസാഫിന് മുസാഫിനുള്ളൂ. അപ്പൊ അല്ലാഹു തആല അവന്റെ കാര്യത്തിൽ മികച്ചവനാണെന്ന് പറഞ്ഞാൽ അള്ളാഹിനെ മറികടക്കാൻ അള്ളാഹുന്റെ തീരുമാനത്തിന്
അതാണ് ഗാലിബുൻ അലാ അംരിഹി. അതെന്തിന്റെ അർത്ഥം? അസീസിന്റെ. അപ്പൊ ലാ യുഅ്ജിസുൽ ഇൻതിഖാമു മിൻകും, നിങ്ങളെ ശിക്ഷിക്കൽ അല്ലാഹു തആലക്ക് യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല, ഒരു പരാജയം അല്ലാഹു തആലക്കില്ല. ഹക്കീമുൻ എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കേണ്ട അർഹമായ ആളുകളെ ശിക്ഷിക്കുള്ളൂ, വേണ്ടാണ്ട് ശിക്ഷ കോരിച്ചൊരിയലല്ല. 144 പാസ്സാക്കിയ പോലെ 144 പാസ്സാക്കിയാൽ പരാതിക്കും നിരപരാധിക്കും തലത്തിലിട്ടും, അങ്ങനല്ല. ഹക്കീമാണ്. ലാ യൻതഖിമു ഇല്ലാ ബിൽ ഹഖ്, ഹഖ് കൊണ്ടല്ലാതെ എന്താകൂല, ശിക്ഷിക്കുകയില്ല. അപ്പൊ ഫിൽ ആയത്തി, ഈ ആയത്തിലുണ്ട് തഹ്ദീദുൻ ബലീഗുൻ, വമ്പിച്ച ഒരു ഞെട്ടിക്കലുണ്ട്, താക്കീത്. ആരോട്? ലി അഹ്ലി സലൽ, സലലിന്റെ അഹ്ലുകാരോട്. എന്തുകൊണ്ട്? അതിന്റെ ഉദാഹരണം പറയുന്നത് ഫഇന്നൽ വാലിദ, ഒരു പിതാവ് ഇദാ ഖാല ലി വലദിഹി, വലദിനോട് പറഞ്ഞു, എന്ത്? ഇന്ന സൈതനി, നീ എനിക്ക് എതിര് കാട്ടിയിട്ടുണ്ടെങ്കിൽ ഫഅൻത ആരിഫുൻ, നിനക്ക് എന്നെ അറിയാം കേട്ടോ. അപ്പൊ ഈ കുരുത്തക്കേട് കാട്ടുമ്പോൾ ഒപ്പം തിരിഞ്ഞത് അല്ല. അപ്പൊ ഞാൻ ആരാണ്, എന്റെ സ്വഭാവം എന്താണ് എന്ന് നിനക്കറിയോ? അതനുസരിച്ച് കഴിഞ്ഞ് എന്നത് മാതിരില്ല. എന്റെ ശിക്ഷയുടെ കടുപ്പം എനിക്കറിയും. അങ്ങനെ യകൂനു ഖൗലുഹു ഹാദാ, ഈ പറച്ചലി അബിലകാണ് ഇതില് ഫിസ്സജ്രി, ആ കുറ്റത്തിനെ തൊട്ട് മകനെ വിലങ്ങാൻ ഇതിന് മീൻ വെക്കിരി, അടിക്കും എന്ന് പറഞ്ഞ് ഇതാക്കുന്നതിനെ കാണാം. മതിയോ? അബലകാൻ അത് അടുത്ത് നിന്ന് هل ينظرون إلا أن يأتيهم الله في ظلل من الغمام والملائكة وقضي الأمر وإلى الله ترجع الأمور. ഇത് ഒരു മുത്തശാബിഹായ ആയത്താണ്. എന്താ മുത്തശാബിഹ്? ഒന്നെങ്കിൽ തീരെ അർത്ഥം പറയാൻ കഴിയാത്ത കലിമത്താവാം. എന്താ അർത്ഥം? ഭാഷാപരമായിട്ടൊരു അർത്ഥവും പറയാൻ കഴിയില്ല. ചിലതെന്താക്കും അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ അല്ലേ, അങ്ങനെ പടപ്പുകളോട് സിഫാത്തിനോട് സാദൃശ്യം വരുന്ന ചില എന്താവും. അതെല്ലാം പറഞ്ഞ വകുല്ലു നസ്സിൻ ഔഹമത് തശ്ബീഹ അവ്വിൽഹു ഔ ഫവ്വിൽ വറും തൻസീഹാ. പടപ്പുകളോട് സാദൃശ്യം വരുന്ന സൂചിപ്പിക്കുന്ന നസ്സ്, ഒന്നെങ്കിൽ ആയത്തുണ്ടാകാം അല്ലെങ്കിൽ ഹദീസുണ്ടാകാം. അങ്ങനെ വന്നാൽ നമുക്ക് രണ്ട് കടമയാണ്. അത് അംഗീകരിക്കുക. അംഗീകരിച്ചിട്ട് അതിന്റെ അർത്ഥം എന്താണ്, ഉദ്ദേശം എനിക്കൊന്നും അറിഞ്ഞുകൂടാന്ന് പറയില്ല. ഇതാണ് ഇത് തഫ്വീദ്. അല്ലാഹു അലം എന്നങ്ങ് വിടും. മറ്റൊന്നോ തഅ്വീൽ. തഅ്വീൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നല്ല അർത്ഥത്തിലേക്ക് അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുക. അത് രണ്ടിലുണ്ട്. തൻസീഹ് പാലിക്കണം, വഹും തൻസീഹ. അപ്പൊ ആലിമീങ്ങളായ വലിയ വലിയ ആളെ കടമയാണ് ഇത് തഅ്വീല്. ആലിമല്ലാത്ത നമ്മളെ പോലത്തെ ആളെ കടമ എന്താണ്? ലാദരി പറയും. രണ്ട് മദ്ഹബല്ലേ? നമുക്ക് നോക്ക്. ഹൽ യൻദുറൂന, അവർ കാത്തിരിക്കുന്നുവോ അല്ലേ? അപ്പൊ ഇസ്തിഫ്ഹാമാണ് ബിമാന നബി, കാത്തിരിക്കണ്ട എന്നർത്ഥത്തിനാണ്. നഫിന്റെ മാനക്കാണ്. നദറ എന്നുള്ളത് ബിമാന ഇൻതദറ, ഇൻതദറാന്റെ മാനക്കാണ്. നോക്കി എന്നല്ല, ഇൻതദ. അപ്പൊ ആ കൽബിലായിരിക്കും എന്റെ പണി. നദറ ഈ കണ്ണിനാണെങ്കിൽ ഇൻതദറ എന്റെ പണിയാണ് കൽബിന്. ഹൽ യൻതളിറു മൻ യത്റുഖു ദുഖൂല ഫി സിൽമി, ഇസ്ലാം ദീനിൽ അള്ളാഹുവിന്റെ ത്വാഅത്തിൽ പൂർണ്ണമായി പ്രവേശിക്കലിനെ ഉപേക്ഷിക്കുന്ന ആള് കാത്തിരിക്കുന്നുവോ? എന്തിനെ? അത് ഒന്നാമത്തെ അമ്രിലേക്ക് നോക്കിയിട്ട് വയത്തബി ഖുതുവാത്തി ശൈത്താൻ, ശൈത്താന്റെ ഖുതുവാത്തിനെ പിൻപറ്റുന്നത്. എന്തിലേക്ക് നോക്കിയിട്ട്? വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ എന്ന് പറഞ്ഞതിലേക്ക് നോക്കിയിട്ട്. അപ്പോൾ രണ്ട് കൂട്ടക്കാരുണ്ട് ഇവിടെ, കുറ്റുണ്ടവിടെ. അവർ കാത്തിരിക്കുന്നുവോ? ഇല്ല അയ്യഹുമുല്ലാഹ്, അല്ലാഹു തആല അവർക്ക് വരില്ലല്ലാതെ. ഇനി അവർക്ക് എന്തേ ഉണ്ടോ? അല്ലാഹു തആല വരിക. അതിനർത്ഥം അല്ലാഹുടെ പോയിട്ട് ഇപ്പോൾ മടങ്ങി വെക്കാം, ഞാനിങ്ങോട്ട് പറ്റുന്നു. അപ്പൊ അവിടെ എന്തുണ്ട്? ഒരു മുത്തശാബിഹുണ്ട്, ഒരു പോകലി വരുന്നത്. അവിടെ എന്താക്കും മൂപ്പർ? ഇല്ല ഇത്തിയാനല്ലാഹി എന്ന് പറഞ്ഞതിൽ ഇല്ല ഇത്തിയാനല്ലാഹി അന്ന് എന്നുള്ളത് മസ്തറാക്കി മറിച്ചു. അഞ്ഞിയാന്റെ മസ്തർ എന്താണ്? ഇത്തിയാൻ. അപ്പൊ ഇല്ല ഇത്തിയാനല്ലാഹി
എന്ന് പറഞ്ഞാൽ ഐ അദാബുഹു, അള്ളാഹുവിന്റെ അദാബ് വരിക. അപ്പൊ എന്തായി ഒരു മുദാഫ് സങ്കല്പിച്ചു കൊടുക്കണം. ഇല്ല അയ്യത്തിയഹും അദാബുല്ലാഹി എന്ന് സങ്കല്പിക്കുക. അതൊരു തഅ്വീലാണ് അലാ ഹദ്ഫിൽ മുദാഫ്. മനസ്സിലായില്ലേ? എന്തുകൊണ്ട്? ലിഅന്നല്ലാഹ സുബ്ഹാനഹു വതആല മുനസ്സഹുൻ അനിൽ മജീഇ വദ്ദഹാബ്. പോവുക, വരിക, മടങ്ങി വരിക, ഇതിനെപ്പെട്ടെല്ലാം അല്ലാഹു തആല അത് പടപ്പുകളെ വസ്ഫം. അത് എന്താക്കും? അൽ മുസ്തൽസിമൈനി ലിൽ ഹറകതി വസ്സുകൂനി, അത് ഹറക്കത്തും സുക്കൂനി ലാസിമാക്കും. പോകുമ്പോ അനങ്ങാണ്ട് പോകാൻ കഴിയോ? അപ്പൊ അല്ലാഹു തആലക്ക് പറ്റാത്ത ഒരു സിഫത്തിനെ സൂചിപ്പിച്ചപ്പോൾ അവിടെ എന്ത് ചെയ്ത്? അദാബാണ് ഇത്തിയാന്റെ ഫായില് തഅ്വീൽ കൊടുത്തു. അതാ ഞാൻ പറയുന്നതാ. വമദ്ഹബുൽ മുതഖദ്ദിമീന ഫീ ഹാദിഹിൽ ആയത്തി വമാ ശാകലഹാ. ഈ ആയത്തിലും ഇതിന് പോലത്തെ തുല്യമായ അർത്ഥം വരുന്ന ആയത്തുണ്ടല്ലോ, അതാ മുത്തശാബിഹ്. അതിന് മുതഖദ്ദിമീകളെ മദ്ഹബ് അൻയുമിനൽ ഇൻസാനു ബിളാഹിരിഹാ, അതിന്റെ ലാഹിര് കൊണ്ട് വിശ്വസിച്ച് ഇത് ഖുർആനിലുള്ളതാകുന്നു, അല്ലാഹു തആല ഇറക്കിയതാണ്, കുല്ലും മിൻ ഇൻദില്ലാഹ്. എന്നിട്ടോ വയക്കില ഇൽമഹാ ഇലല്ലാഹി തആല, അതിന്റെ അറിവെന്താക്കണം? അല്ലാഹു തആലക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ എനിക്കറിയില്ല. അപ്പൊ ഏത് മദ്ഹബായി? തഫ്വീദിന്റെ മദ്ഹബ് അല്ലേ? എന്തുകൊണ്ടാണ്? ലിഅന്നഹു ലാ യഅ്മനു ഫീ തഅയീനി മുറാദില്ലാഹി തആല, അല്ലാഹുവിന്റെ മുറാദ് ഇന്നതാണ് എന്ന് തീർത്തു പറഞ്ഞാൽ നമുക്കെന്തില്ല? അമ്നില്ല മിനൽ ഖതഇ, ഖതഇനെ തൊട്ട്. അതാണ് അർത്ഥം എന്ന് തീർത്തു പറയാൻ. ഖത വന്നേക്കാൻ സാധ്യതയുണ്ട്, അമ്നില്ലാത്തത് കൊണ്ട് നമുക്കൊന്നും അറിയില്ല എന്ന് വിടും. അതുകൊണ്ട് ഫൽ ഔല സുകൂത്ത്, അതാണ് മുതഖദ്ദിമീങ്ങളെ മദ്ഹബ്. സുകൂത്താണ് ഔല. മദ്ഹബു ജംഹൂറുൽ മുതകല്ലിമീൻ, അഖീദന്റെ ഉലമാക്കന്മാരുടെ, അതാണ് മുതകല്ലിമീൻ. അവരിൽ നിന്ന് ഭൂരിപക്ഷത്തില്ലേ. അപ്പൊ എന്നിട്ട് അത് ചെറിയൊരു പക്ഷം മുതഖദ്ദിമീങ്ങളെ കൂടെ കൂടുന്നുണ്ട്. അവര് പറയുന്നത് അല്ലാ ബുദ്ദ മിന തഅ്വീൽ, തഅ്വീൽ കൂടാണ്ട് കഴിയൂല, അലാ സബീലി തഫ്സീൽ, തഫ്സീലായ രീതിയിൽ. അപ്പൊ മൂപ്പർ എന്താക്കി? ഇവിടെ തഅ്വീലാണ് ആദ്യം കൊടുത്തത് എന്നർത്ഥം. മനസ്സിലായില്ലേ? ഇനി ഫീ ദുലലിൻ മിനൽ ഗമാമി, ഗമാമ് എന്ന് പറഞ്ഞ മേഘം, എല്ലാ മേഘത്തിനാണ്. സഹാബ് എന്ന് പറഞ്ഞാലും മേഘം, ഗമാമ് എന്ന് പറഞ്ഞാലും മേഘമാണ്. വസ്തസ്കൽ ഗമാമു ബിവജ്ഹിൽ കരീം, അതാണ്. ആ ദുലല് എന്ന് പറഞ്ഞാൽ എന്താ? ജംഉ ദുല്ലത്ത്, തണലിടുന്ന സാധനം. വഹിയ മാ അദല്ലക, നിനക്ക് തണൽ നൽകുന്ന എന്ത് സാധനത്തിനും എന്ത് പറയും? ദുല്ലത്ത്. ജമ ദുലലി. ആ ദുലലി എന്തുകൊണ്ടാണ്? ഗമാമ്. അപ്പൊ മേഘം മൂടിയ, അതുകൊണ്ട് തണലിട്ടിട്ട് മേഘത്തിന്റെ ഉള്ളിലേക്ക് കൂടി അള്ള വരിക എന്നാണ് ഇപ്പൊ ലാഹിന് ഉച്ച കിട്ടുക. അപ്പൊ അതിൽ കൂടി നിങ്ങൾക്ക് എന്താക്കും? മേൽഭാഗത്തിൽ കൂടി വല്ല അദാബും വരും. അതാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. മനസ്സിലായ? ചിലപ്പം ഇടിയായിരിക്കാം, മിന്നായിരിക്കാം, ശക്തമായ ശബ്ദം കൊണ്ട് മെച്ചുമില്ലേ. അല്ല, വൽ ഗമാമു എന്ന് പറയുന്നത് അസ്സഹാബുൽ അബയലുർ റഖീഖു, നേരിയ വെളുത്ത മേഘം, അതാണ് ഗമാമ്. അതിനെന്താ ഗമാമ്? സുമ്മിയ ഗമാമൻ, അതിന് ഗമാമ് എന്ന് പേര് വന്നത് ലിഅന്നഹു യഉമ്മു, അതെന്താക്കും? മൂടും. ഐ യസ്തുറു, അപ്പം സൂര്യപ്രകാശനം തടഞ്ഞിട്ട് മറിച്ചുണ്ടാവും. അപ്പൊ വലായക്കൂന് സഹാബു ദുല്ലത്തൻ, സഹാബ് എന്ന് പറഞ്ഞാൽ ദുല്ലത്തായിക്കൊള്ളുന്നില്ല. എന്താണ്? ഇല്ല ഇൻകാന മുജ്തമിഅൻ മുതറാക്കിമൻ, അത് ഒരുമിച്ച് കൂടി ഇങ്ങനെ കട്ടയായിട്ട് എടുക്കണം. അപ്പൊ ഗമാമ് എന്നുള്ളത് അഖസ്സായി, സഹാബ് എന്നുള്ളത് ആമ്മായി. അപ്പോ എല്ലാ ഗമാമും സഹാബാബാം, സഹാബെല്ലാം എന്താവൂല? ഗമാമായിക്കൊള്ളുന്നില്ല. ഒരു മൂലക്കൊരു ലേശം ഉണ്ടായാലും മതിയില്ലേ. മനസ്സിലായില്ലേ? ഇനി വൽ മലായികതു, ഇതിന്റെ മേൽ അത്ഫാണ്. അയ്യതിയഹുല്ലാഹുന വാഹിൽ അത്ഫ്, യതിയഹുമുല്ലാഹുന വൽ അത്ഫ്, വായില്ലമുണ്ട്. മറ്റേത് പ്രകാരോ അദാബ്. അപ്പൊ അദാബിനെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലായികത്തും വരും. മനസ്സിലായില്ലേ? ഐ വതഅതിയഹുൽ മലായികതു ഫഇന്നഹും വസായിതു ഫീ തിയാനി അംരിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അംർ ഇവിടെ നടപ്പിലാക്കാനുള്ള വാസിത്തകളാണ് ആര്? മലായികത്ത്. അവർക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, അന്ന് കൽപ്പിച്ച പോലെ. ബൽ ഹുമുൽ ആതൂന ബിബഗ്സിഹിൽ ഹഖീഖ, ഹഖീഖത്ത് പ്രകാരം അല്ലാഹുവിന്റെ അദാബ് നമുക്ക് കൊണ്ടുവരുന്നവരാണ്.
وتلخيصه قد قامت الحجج فلم يبقى إلا نزول العذاب. ചുരുക്കത്തിൽ അർത്ഥം എന്താണ്? ഇവർക്ക് ഹുജ്ജത്ത് വന്ന് ഹക്കാണെന്നും ബോധ്യപ്പെട്ട് ഇനിയും പിന്തിരിഞ്ഞെടുക്കുമ്പോൾ അദാബ് വരിക എന്നതല്ലാണ്ട് വേറെ ഇനി ഒരു പരിഹാരമില്ല. അതാണ് ചുരുക്കർത്ഥം. എന്തുകൊണ്ട്? അത് കാമത്തിൽ ഹുജ്ജജു, ഹുജ്ജത്തുകൾ ഇവിടെ നിലനിന്നു. ഫലം യബക ഇല്ലാ നുസൂലൽ അദാബ്, മലായിക്കത്ത് മുഖേനയുള്ള അദാബല്ലാതെ ഇനി വേറൊന്നും ബാക്കിയില്ല. വഖുദിയൽ അംറു, കാര്യങ്ങളെല്ലാം വിധിക്കപ്പെട്ടു എന്നാണ്. ഉത്തിമ്മ അംറു ഇഹ്ലാകിഹിം, അവർ ഹലാക്കാക്കണമെന്നുള്ള തീരുമാനം ഇവിടെ പൂർത്തിയായി. വഫുരിഗ മിൻഹു, അതിൽ നിന്ന് ഇനി തീരുമാനം മാറ്റാനില്ല, എല്ലാം ഉറച്ചി. ഇനി ഇവിടെ കൊതിയൽ അമ്രൂന്ന് മാതിയാഫീലല്ലേ വന്ന അമ്ര വിട്ടിക്കഴിഞ്ഞു. അതെന്തിനാ? ഇന്നമ അദലയില സീഗത്തിൽ മാതി, ആദ്യം അയിൻ ജഗത്തിയാന്നുള്ളത് മുല്ലാരിയാഫീലാണ്. എന്നാ വയക്കതിയൽ അമ്രൂന്നല്ലേ ആ ശൈലിക്കൊപ്പിച്ച് പറയേണ്ടിയിരുന്നത്. കൊതി മാതിയാക്കി ദലാലത്തൻ അലൽ ഹഖീഖ, അത് യഥാർത്ഥത്തിൽ സംഭവിച്ചു കഴിഞ്ഞു നോക്കാണ്. ഇതുപോലെ സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി മാതിയാഫീലാണ്. സലാത്ത് സംഭവിച്ചു കഴിഞ്ഞിട്ട് നേരത്തെ സലാത്ത് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഫകാന്നഹു ഖദ് കാന, അപ്പൊ അത് ഉണ്ടായി നടപ്പിലായ പോലെ തന്നെയായി. ഇനി വഇലല്ലാഹി തുർജഉൽ ഉമൂർ, എല്ലാ കാര്യങ്ങളും അല്ലാഹുവിനെ കൊണ്ടാണ് മടക്കപ്പെടുക എന്നവിടെ. തുർജഉൽ ഉമൂറു ഇലല്ലാഹിന, അപ്പൊ ഇലല്ലാഹിലെ മുതഅല്ലഖ് ഇപ്പം എന്താക്കി മറിച്ചിട്ടില്ല, അല്ലാഹുവിനെ കൊള്ള മാത്രം തന്നെ നോക്കാൻ ഹസറാക്കാൻ. ഐ ഉമൂറുൽ ഖൽഖി വഅമാലുഹും ഹുവൽ ഖാദി ബൈനഹും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ അവസരത്തിൽ അല്ലാഹു തആല മാത്രമാണ് ഖാദി. ഹുവ, പിന്നെ വൽ മുസീബു, പ്രതിഫലം കൊടുക്കുന്നവനും അവനാണ്. വൽ മുആഖിബു, ശിക്ഷ കൊടുക്കുന്നവനും അവനാണ്. അതുകൊണ്ട് ഫയംബഗി ലിൽ മുഅ്മിനി അൻ യകൂന ഫീ ജാനിബിൽ ഇൻഖിയാദ്, അല്ലാഹുവിന് വെളിപ്പെടുന്ന ഭാഗത്തേക്കായിരിക്കണം ഒരു മുഅ്മിനി. അത് എന്തിലേക്ക് നോക്കിയിട്ട്? ഉദ്ഖുലൂ ഫിസ്സൽമി കാഫയിലേക്ക് നോക്കി. വയഹ്തരിസ അനിൽ ഹവാ ബഖുതുവാത്തിശ് ശൈത്വാൻ, തടിഹവാനെ തൊട്ടും ശൈത്താന്റെ ഖുതുവാത്തിനെ തൊട്ടും കാക്കലുമാണ് കടമ. അതിലേക്ക് വലാ തത്തബിഉ ഖുതുവാത്തിശ് ശൈത്വാൻ. ഇങ്ങോട്ടെ വഅലം അന്ന ഫീ ഖൗലിഹി തആല യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സൽമി കാഫ എന്ന് പറഞ്ഞില്ലേ, അതിൽ വേറൊരു മഴയും കൂടി പറയാറുണ്ട്. അതുകൊണ്ട് കൽബ് കൊണ്ട് മാത്രമൊന്നും പറ്റില്ല, ജവാരികളെ കൊണ്ടും കണ്ണുകൊണ്ടും മൂക്കുകൊണ്ടും നാവ് എല്ലാം കൊണ്ട് പോയി ചാടിപ്പിക്കുക. അത് പ്രധാനപ്പെട്ട സംഗതി. ഒരു മനുഷ്യന്റെ എല്ലാ ഭാഗങ്ങളെ കൊണ്ടും ഇസ്ലാമിൽ പങ്കെടുക്കണം. അതാ അങ്ങനെ മാനൻ ആമൻ മാനൻ ഖാസൻ, ആമായ മാനയുമുണ്ട്, ഖാസായ മാനയുമുണ്ട്. ഫൽ ആമു എന്നുള്ളത് ഖിതാബുൻ മഅ ജമീഇ മൻ ആമൻ, എല്ലാ വിശ്വാസികളോടുമുള്ള ഖിതാബാണ് ആം. യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലൂ ഫീ ശറാഇത്തിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ആ കണ്ടീഷൻ നിങ്ങൾ നിന്നുകൊള്ളണം. ഫിൽ ബാത്തിനും കമാ ഫിൽ ലാഹിരി, ലാഹിരിൽ ഉള്ളത് കൊണ്ടാണല്ലോ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചത്. അപ്പൊ പോരായ്മ മിക്കവരുടെ ഉണ്ടാകല് ബാത്തിൽ, അതാണ് കമാ ഫിൽ ലാഹിരി. കമ ഇട്ടിട്ട് ഖിയാസാക്കി എന്താണ് അതാദ്യം ഉണ്ടാവണല്ലോ. പണ്ടോണ്ടല്ലേ കമാ അഖ്റജക മിൻ ബൈതിക, പണ്ടോതിനത്. വമിൻ ശറായിതിഹി, അതിന്റെ ശറായിത്തിൽ പെട്ടതാണ് മാ ഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു ശരിയായ മുസ്ലിം എന്ന് പറഞ്ഞാൽ ബാക്കി മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇവന്റെ നാവിന്റെ ഇടങ്ങേറിനെ തൊട്ടും ഇവന്റെ കയ്യിന്റെ ഇടങ്ങേറ്. കൈ എന്നുള്ളത് വലിയ ജവാരികളെ പറ്റി പറഞ്ഞേ ഉള്ളൂ മൊത്തത്തിൽ. വൽ മുഅ്മിനു എന്നുള്ളത് മൻ അമിനഹുന്നാസു, ജനങ്ങൾ അവനെന്താക്കി നിർഭയനായിട്ടുണ്ട്. അലാ ദിമാഇഹിം വഅംവാലിഹിം, നമ്മളെ മുതൽ കൊടുക്കൂല, നമ്മളെ ഉപദ്രവിക്കൂല, തല്ലൂല എന്നുള്ളത് മറ്റുള്ള ആൾക്ക് നിർഭയം. അയാളൊരു മുഅ്മിനായ മനുഷ്യനാണ്. വഅമ്മൽ മഅനൽ ഖാസ്സു, യാനി ഖാസായ മഅന എന്ന് പറഞ്ഞാൽ ഫഖിതാബുൻ ഖാസ്സുൻ മാ ശഖ്സിൽ ഇൻസാൻ, ഓരോ വ്യക്തികളുണ്ടല്ലോ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഓരോ വ്യക്തികളോടുമുള്ള ഖിതാബാണ്. അപ്പൊ വജമീഉ അജ്സാഇഹി ലാഹിറത്തി വൽ ബാത്തിന, വജമീഉ അതാ അവന്റെ ലാഹിറും ബാത്തിനുമായ അജ്സായിനാണ് ഇവിടെ ഖിതാബ് വന്നത്.
മനസ്സിലായില്ല? അപ്പൊ ഇസ്ലാമിൽ അവന്റെ മുഴുവൻ അംഗങ്ങളെയും പ്രവേശിപ്പിക്കണം. ബിൽ ഫിഇലി, ഫിഇലി കൊണ്ട് കടം കടത്തണം. അപ്പൊ ഫൽ ഐനു, കണ്ണിനെ കടത്തണം. പിന്നെ അതിന് നോക്കൽ കൊണ്ട്, അപ്പൊ നോട്ടത്തിൽ ഇസ്ലാം വേണം. വൽ ഉദ്നി, കാതിനെ ബിസ്സംഇ കേൾക്കല് കൊണ്ട്. വൽ ഫമി, വായന ബിൽ അക്കല് കൊണ്ട്. വൽ ഫർജ് ബിശ്ശഹവതി വൽ യദ് ബിൽ ബത്ശ്, കയ്യിനെ. വൽ റിജ്ലി, കാലിനെ ബിൽ മശി. അപ്പൊ ഓരോ വ്യക്തികളെ കൊണ്ട് നോക്കിയാലും അവന്റെ 7 അംഗങ്ങളുണ്ട് ഇവിടെ. അത് മുഴുവനും ഇസ്ലാമീകരിക്കണം. ഇസ്ലാം, അപ്പൊ അതിൽപ്പെട്ട ഓരോന്നും ഇസ്ലാമിൽ കിടക്കലെങ്കിൽ ഹഖ് സുബ്ഹാനഹു വ തആല കൽപ്പിച്ച അവാമിറിന് കീഴൊതുങ്ങുക. വയജ്തനിബ നവാഹിയഹു, അവന്റെ വിരോധിച്ച കാര്യങ്ങൾ വർജിക്കൽ. അപ്പൊ ഒരു വ്യക്തിനെ വിളിച്ചിട്ടും പറയാം യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖൂലൂ ഫിസ്സൽമി കാഫ, തീർന്നില്ലേ? ബൽ യത്റുകു മാ ലാ യഅനീഹി, അവന് ആവശ്യമില്ലാത്ത കാര്യം ഒഴിവാക്കണം. അസ്ലൻ, അടങ്ങനെ ഒഴിവാക്കുക. എന്നിട്ടോ അവന് ഒഴിച്ചാൽ പാടില്ലാത്ത കാര്യങ്ങളുണ്ടല്ലോ, അതിലേക്ക് മാത്രം അത് പ്രവേശിപ്പിക്കുകയും ചെയ്യുക. അത് ഖാസായമായി എന്നവിടെ തീർന്നു. സൽബനി ഇസ്രാഈല കം ആതൈനാഹും മിൻ ആയത്തിൻ ബയ്യിനഹ, ബനൂ ഇസ്രായേലിനോടൊന്ന് ചോദിക്കുക, എത്ര ആയാത്തും ബയ്യിനാത്താണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നത്? നമ്മൾ മുമ്പ് അൽ-ബഖറ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ, വഈദ് തുടങ്ങിയിട്ട് ആയാത്തും ബയ്യിനാത്ത്. മണ്ണും സൽ വറക്കുന്നു, കടൽ 2ആയി പിളക്കുന്നു, അതുപോലെ തന്നെ മേഘം കൊണ്ട് തണലിട്ട് കൊടുക്കുന്നു, അങ്ങനെ പലതും പലതും പലതും. അതെന്താ ബനൂ ഇസ്രായേലിനെ അത്രത്തോളം കണ്ടാലും വിശ്വസിക്കൂല. അസൽ എന്ന് പറഞ്ഞാൽ ചോദിക്കണമെന്നില്ലേ? ആരാ ചോദിക്കണ്ടേ? മുഫറദാണ്, നിങ്ങൾ ചോദിക്കുന്നല്ല. അപ്പൊ എന്താകും? അംറുൻ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അംറാണ്. അതാ ബിസ്വാലി, സ്വാലുകൊണ്ട്. അല്ലെങ്കിലോ ലികുല്ലി അഹദിൻ യസ്ലഹു അൻ യുഖാതിബ, അല്ലെങ്കിൽ ഖിതാബ് ഇട്ടിട്ട് ചോദിക്കാൻ പറ്റിയ എല്ലാവരോടുള്ള കൽപ്പനയിക്കോട്ടെ, നിങ്ങൾ ഓരോരുത്തരും ചോദിച്ചോ. ബനൂ ഇസ്രായേലാണ് ചോദിക്കേണ്ടത്. യാനി ഹൗലാഇൽ മൗജൂദീന ഫീ അസ്രിക. അപ്പം ബനൂ ഇസ്രായേലിനോട് എല്ലാവരോടും ചോദിക്കുമ്പോൾ സാധിക്കും, കുറേ ആള് മരിച്ചുപോയില്ലേ, കുറേ നാട്ടിലുണ്ടാവില്ല. അപ്പം നിങ്ങളുടെ കാലഘട്ടത്തിൽ മൗജൂദായതും അവരോട് ചോദിക്കും. അല്ലെങ്കിൽ അവരെ റോസാക്കളുണ്ടല്ലോ, റോസായി ബനൂ ഇസ്രായേൽ, അവരോട് ചോദിക്കണം. അപ്പൊ ബനൂ ഇസ്രായേലിന് ആമാണെങ്കിലും ആമ നടക്കൂല, ഖാസേ നടക്കുള്ളൂ. അതിനുണ്ട നാം അവർക്ക് എത്ര നൽകിയിട്ടുണ്ട്. ആതൈന, അപ്പം ഇവർക്കെന്നാണ് ഇവരുടെ പിതാക്കന്മാർക്കാണുള്ളത്. ആബാഅഹും വഅസ്ലാഫഹും മിൻ ആയത്തിൻ ബയ്യിന, ധാരാളം ബയ്യിനത്തായ ആയാത്തുകൾ. ഐ മുഅ്ജിസ ളാഹിറ അലാ ഐദി അംബിയാഇഹിം, ളാഹിറായ മുഅ്ജിസാത്തുകൾ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അവരുടെ അംബിയാക്കളെ മുഖേന. ഒന്ന് കല്ലസ, ഒരു വടി, മൂസാ അലൈഹിസ്സലാമിന് ഒരു വടിയുണ്ട്. വൽ യദിൽ ബൈള, പ്രകാശിക്കുന്ന കൈയുണ്ട്. വൈസാലിൽ മന്നി വസ്സൽമുണ്ട്. അങ്ങനെ പലതും പലതും ഉണ്ട്. വഹാദ സുആലു, ഈ സുആല് ഉത്തരം കിട്ടാൻ ചോദിച്ചറിയലല്ല ഇത്, അവരെ കൊണ്ട് അത് പറഞ്ഞ് ശരിവപ്പിക്കലാകും. അവരോട് ചോദ്യം ഉണ്ടല്ലേ, നീ എങ്ങനെയാണ് പോയത് എന്ന് വെച്ചാൽ പോയ കെഫിത്തൂർ ഓട്ടോറിക്ഷയിലെ കയറിയിട്ട് പോയതല്ലല്ലോ എന്റെ മറുപടി. അപ്പൊ സുആലു തഖ്ലീഇൻ വ തബ്കീതി, ഉത്തരം മുട്ടിക്കാനും അവരെ ഒന്ന് കർശനമാക്കി പറയാനുമുള്ള സുആലാണ്. ഏതുപോലെ കഫറത്ത് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളെ കാഫിറുകളോട് ചോദ്യം ചെയ്യുന്നതുപോലെയുള്ള ചോദ്യം. വലൈസൽ മുറാദു ഹഖീഖത്തുൽ ഇസ്തിഫ്ഹാം, ഇസ്തിഫ്ഹാമിന്റെ ഹഖീഖത്ത് ഇവിടെ മുറാദില്ല. ഇനി ومن يبدل نعمة الله من بعد ما جاءته فإن الله شديد العقاب. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്തിനെ ഒരാൾ തബ്ദീലാക്കി. അങ്ങനെ തബ്ദീലാക്കലി നിഅമത്ത് ഏതാണ്? അല്ലത്തി ആയാത്തുൽ ബാഹിറ, അല്ലാഹുവിൻ്റെ ആയാത്തുകൾ.
തബ്ദീലുഹും അത് തബ്ദീലാക്കൽ എന്ന് പറഞ്ഞാൽ ദയ്യാഹ ഈ നിഅമത്തുകളെ തബ്ദീലാക്കൽ അന്നല്ലാഹു തആല അൽഹറഹാ ലിതകൂന അസ്ബാബ ഹുദാഹും ഇവർക്ക് വഴി കാണിക്കാനുള്ള ഹിദായത്തിന്റെ സബബുകളാണ് ഈ നിഅമത്ത്. അതെന്താക്കി തള്ളി പറഞ്ഞിട്ട് അവർക്ക് ദലാലത്തും അദാബും വരാനുള്ള കാരണമായി മാറി. അപ്പൊ നിഅമത്ത് എന്തായി? നിഖമത്തായി മാറി. അതാ അവരുടെ ഹലാക്കിന്റെ അസ്ബാബാക്കി മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. അപ്പൊ തബ്ദീലയില്ലേ? നിഅമത്ത് നിഖമത്തായി. വിളിക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ മാതിരി തേച്ചെന്തിനാന്ന് വിളിക്കാനല്ലോ ആയി നോക്കുമ്പോളോ അപ്പൊ തബ്ദീലയില്ലേ? അപ്പൊ അതുകൊണ്ട് അവർ കാഫിറുകളായി നിഅമത്തിന് ശുക്ർ ഒഴിവാക്കുകയും ചെയ്തു. അവർക്ക് വന്നതിന് ശേഷം അവരിലേക്ക് ചേർന്നു. ഇങ്ങനെ വരവ് എന്ന് പറഞ്ഞാല് കാൽമ നടന്നിട്ടുള്ള മജി അല്ല. അത് നേരിട്ട് അറിയുവാനുള്ള തമക്കിന് നമുക്കിപ്പം കേട്ടറിവേ ഉള്ളൂ. അവർക്ക് അനുഭവിച്ചറിയാനുള്ള അവസരം ഉണ്ടായില്ല. അവിടെ അവ തബ്ദീലാക്കുമ്പോഴാണ് സദീദുൽ ഇഖാബ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ലിമൻ ബദ്ദല നിഅമത ഫിദ്ദുന്യ. അതാ ഫിദ്ദുന്യ എന്തിലേക്ക് താലൂക്ക്? സദീദുൽ ഇഖാബിലേക്ക് താലൂക്ക്. നിങ്ങളുടെ ദുന്യാവിൽ തബദ്ദല എന്നല്ല, ഫിദ്ദുന്യയുടെ താലൂക്ക് സദീദുൽ ഇഖാബിലേക്കാണ്. ദുന്യാവിൽ അല്ലാഹു തആല ശിക്ഷിക്കുന്നവനാണ്, വൽ ആഖിറത്തി ആഖിറത്തിലും ശിക്ഷിക്കുന്നവനാണ്. അതേ തഫ്സീൽ അതാ പറയുന്നത്, വഖദ് ആഖബഹും ഫിദ്ദുന്യ ദുന്യാവിൽ വെച്ച് അല്ലാഹു തആല ശിക്ഷ കൊടുത്തങ്ങനെ ബിൽ ഖത്ലി കൊല്ലപ്പെടൽ കൊണ്ട്, ഉദാലിക ഫീ ബനി ഖുറൈദയിൽ ജുദന്മാരെ, വബിൽ ഇജ്ലാഇ ആടുകടത്തൽ കൊണ്ട്, ഉദാലിക ഫീ ബനി നദീറിലാണ് ഉണ്ടായത് കേട്ടോ. യൗമൽ ഖിയാമത്തി ഖിയാമത്ത് നാൾ അതേതിന്റെ അർത്ഥം വൽ ആഖിറ എന്നാണ്. യുഅദ്ദബൂന ഫി സഈരി സഈർ എന്ന നരകത്തിൽ അവർ അദാബ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ നിയമത്തിന് എന്താക്കി നിക്കുമത്താക്കി മറിക്കാൻ കാരണമായ കൂട്ടർക്ക് കടുത്ത ശിക്ഷ ദുന്യാവിലും കിട്ടും ആഖിറത്തിലും കിട്ടും. അതാണ് തീർന്നത്. ഇനി സുയ്യിന ലില്ലദീന കഫറുൽ ഹയാത്തുദ് ദുനിയാ, കുഫാറുകൾക്ക് ഹയാത്തുദ് ദുനിയ വളരെ ഭംഗിയുള്ളതായി തോന്നിപ്പിച്ചു. പരലോകം എന്ന ചിന്തയെ ഇല്ലാത്താക്ക ദുന്യാവ് ഏറ്റവും ഭംഗിയുള്ളതായി എത്രത്തോളം ഭംഗി പഠിപ്പിക്കാമോ അവരുടെ ഊർജവും അവരുടെ സമയവും അവരുടെ കാശും എല്ലാം ദുന്യാവിനെ മോടി പഠിപ്പിക്കുന്നില്ല. പഠിപ്പിച്ചാലും തീരൂല. അതുകൊണ്ടല്ലേ പുരാ എന്ന് പറഞ്ഞാൽ പോരാ എന്നാണ് ഇതിന്റെ മാനം അല്ലേ? പുരാ സമം പോരാ. നടക്കുത്തലും ഇടം വിളിക്കലും. അപ്പൊ ഹയാത്തുദ് ദുനിയ അവർക്ക് ഭംഗിയാണ്. അവരുടെ കണ്ണിന് ഈ ഹയാത്തുദ് ദുനിയ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അതിനോടുള്ള മഹബ്ബത്ത് അവരുടെ കൽബിൽ എന്തായി? കുടിപ്പിക്കപ്പെട്ടു പോയി. എന്നിട്ടോ ആ ദുന്യാവിന്റെ മേലിൽ അവർ അങ്ങോട്ട് സ്വയം ഹലാക്കാകുകയാണ്. അതാ പറഞ്ഞത് അവന്റെ ക്യാപിറ്റൽ എന്താണ്? ഒന്ന് ആരോഗ്യം, രണ്ട് സമ്പത്ത്, മറ്റൊന്ന് അവന്റെ ഊർജം. ഇതെല്ലാം തന്നെയല്ലേ? ഇത് മുഴുവനും പുരോഗമിക്കില്ലേ? എന്റെ പുര സൗന്ദര്യം ഇവൻ കാണുന്നില്ല. ഇവൻ കസലിൽ വെച്ചിരുന്ന പുര കാണുന്നില്ലല്ല. നാട്ടിലെ അതിലേക്ക് കൂടി ബാബുപ്പറമ്പിലേക്ക് പോകുന്നതാണ് നോക്കിട്ട് അപ്പൊ അല്പസമയം നിന്നിട്ട് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കേൾക്കുകയും ചെയ്യാം. അങ്ങെത്തിയിട്ട പറയുക നാഗം കഴിഞ്ഞിട്ട് എന്താ പിന്നെ കൊണ്ട് കാര്യം അല്ല. മറ്റൊരു പണി ഇവർക്ക് വിശ്വാസികളായ മുഅ്മിനീങ്ങളെ അവർ കളിയാക്കുന്നത് റക്കം കളഞ്ഞിട്ടാണ് കടത്തിൽ കാത്തിക്കുന്നത്. പണ്ട് ഹിജയിലെ മോദിയില്ലേ ഓറൂറിന്റെ ബാബില് റക്കമോ കടമോ നല്ലത്, റക്കം ആഖിറം കടം. അപ്പൊ കടത്തിന്റെ വേണ്ടി റക്കം കളയാൻ പാടില്ല. അപ്പൊ എന്താക്കും? മുഅ്മിനീങ്ങൾക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത് ഇവർ പറയുന്നത്. ഇവിടെയുള്ള സുഖമല്ലോ വായിക്കുക, എന്നിട്ട് എവിടുന്നോ കിട്ടുമെന്ന് കാത്തിരിക്കുക. അതാണ് ഇവർ കളിയാക്കുന്നത്.
ഐ വയസ്തഹ്ദിഊന ബിൽ ഫുഖറാഇ മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ ഫുഖറായിനെ ഇവർ എന്താക്കും? കളിയാക്കും. ആരാണ് അവര്? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നാട്ടിൽ വയ്ക്കുന്ന ആളായിരുന്നല്ലോ. അമ്മാർ, സുഹൈബ്, ബിലാൽ റളിയല്ലാഹു അൻഹും ഇവരൊക്കെ കളിയാക്കും. ദുന്യാവിലെ സുഖവും ആസ്വദനം കളഞ്ഞ് ഉറക്കില്ലാണ്ട് പട്ടിണി കിടന്നിട്ട് നാളെ സ്വർഗത്തും കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് കാത്ത് തിന്ന് കളിയാക്കും. ആണില്ലേ? വയസ്തർദിലൂന, എന്നിട്ട് അവർ നിസ്സാരന്മാരാക്കും. വയഖൂലൂന തറഖൂ ലദ്ദാത്തി ദുനിയ, ദുന്യാവിന്റെ ലദ്ദാത്ത് ഉപേക്ഷിച്ചു. വഅദ്ദബൂ അൻഫുസഹും ബിൽ ഇബാദാത്ത്, പലതരത്തിലുള്ള ഇബാദാത്തുകളെ കൊണ്ട് അവർ നഫ്സിനെ അവർ അദാബിപ്പിച്ചിട്ടുണ്ട്. വഫബത്തു റാഹാത്ത്, റാഹാത്തിനെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. മജാഫയില് മറ്റൊക്കെ കുറേ കേട്ടില്ലേ? ഇത്ര കൊല്ലം ഉറങ്ങിയിട്ടില്ല. നല്ല വേറും ഈശാത്തോളുതോരുവാലെ 40 ചാണ്ട് സൂബിതോളുതോവർ, 40 കൊല്ലം ഉറങ്ങിയിട്ടില്ല. ഈശാക്കെടുത്ത് ഒന്നുകൂടെ കൂടെ നമസ്കരിച്ചു. അത് റസൂലുള്ളാഹി മാത്രമല്ല, അബൂ ഹനീഫത്തുൽ കുഫിയുണ്ട്. കൂട്ടിച്ചെല്ലാൻ ആളെ പേര് അബൂ താലിബിൽ മക്കി ഖുത്തുൽ ഖുലൂബിൽ പറഞ്ഞിട്ടുണ്ട്. കുറേ ഭാഗം യഹയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു അതിൽപ്പെട്ട ഒരാൾ റളിയല്ലാഹു അൻഹു കണ്ടാ ഇവർ കളിയാക്കുന്നു. എന്നാ അബ്ദാടത്തിന് അവർ എന്ന് മാത്രമല്ല അവർ കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ടല്ലോ. ഇവർ പറയും പോലെ കേട്ടാക്കാൻ വൈക്കൂടെ? ഇനി അല്ലാഹു തആല മറുപടി പറയുന്നത് പുതിയ മുബത്തതയാണ്. വല്ലദീന തഖൗ മിനല്ലദീന ആമനു, വല്ലദീന തഖൗ എന്ന് വെച്ചാൽ പറ്റൂല. മിനല്ലദീന ആമനു എന്ന് വെക്കുമ്പോൾ അത് മജ്റൂറാണ്. വയസ്ഖറൂന മിനല്ലദീന ആമനു, വല്ലദീന തഖൗ അത്ഫാക്കിയാൽ എന്താ അർത്ഥം കിട്ടല്ലേ? തഖ്വ ചെയ്താക്കും അവർ കളിയാക്കുന്നത്. അതല്ല, വല്ലദീന തഖൗ പുതിയ മുബത്തദ മർഫൂഅ. വല്ലദീന തഖൗ ഫൗഖഹും യൗമൽ ഖിയാമ, അത് പുതിയ മുബ്തദ ഒരു ജുംല. എന്നാൽ ഈ തഖ്വ ചെയ്ത ആളുകള് ഫൗഖഹും, ഈ ലില്ലദീന കഫറു ഉണ്ടല്ലോ, അവരെക്കാൾ മേലെയാണ് യൗമുൽ ഖിയാമ. ഇവിടെ എന്താക്കും? അവർ മറ്റൊരു മികച്ചിരിക്കുന്ന ആളും ഇവർ താണാളോ ഒരു തോന്നിയേക്കും. പക്ഷെ ഖിയാമനാൾ വരുമ്പോൾ അവർ മേലെ ഇരിക്കും. ഈ ഫൗഖ് എന്താണ്? ഹിസ്സിയായ ഫൗഖാണോ മാനവിയായ ഫൗഖാണോ എന്ന് പിന്നെ ചർച്ച. ഹിസ്സിയ ഫൗഖാകുമ്പോൾ ഇവരെ താഴെ തട്ടി പാർപ്പിച്ചിട്ട് മുഅ്മിനീങ്ങളെ മേലെ തട്ടി പാർപ്പിക്കും. അപ്പൊ ഇവർക്ക് സ്വർഗം കിട്ടൂലല്ല, എന്നിട്ടുണ്ട് താഴെ തട്ടി കയറാൻ. അപ്പൊ എന്താക്കണം? മാനിയാവണം. അപ്പൊ ഡിഗ്രിയും അവിടെ സ്ഥാനങ്ങളെ കൊണ്ട് ഫൗഖിയത്തിലാണ് നോക്കേണ്ടി വരും, അല്ലേ? അതാ അല്ലാഹു തആലക്ക് വഴിപ്പെടുകയും ഫഖറിനെ അവരെ തെരഞ്ഞെടുക്കുകയും ചെയ്ത മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്, അല്ലേ? എന്നാ വല്ലദീന തഖൗ എന്ന് ആ തഖ്വ കൊണ്ടുള്ള വസ്ഫാണ് ഇവർക്ക് അല്ലാഹു തആല ആദ്യം പറഞ്ഞത്. എന്നാ വല്ലദീന ആമനു എന്ന് പറഞ്ഞപ്പോലെ തഖ്വ പറഞ്ഞത് ലിൽഇശാറത്തി ഇലാ അന്നഹു ലാ യസ്അലു ഇൻദഹു ഇല്ലൽ മുഅ്മിനുൽ മുത്തഖി, തഖ്വ ചെയ്ത മുഅ്മിനാണ്. അപ്പൊ എന്താ ഈ അഖസ്സായ വസ്ഫെടുത്തിട്ട് പറഞ്ഞു. വല്ലദീന ആമനു എന്ന് പറയുമ്പോൾ തഖ്വയില്ലാഞ്ഞാലും പറയാലോ മുഅ്മിനാണ്. അപ്പൊ ഖാസാക്കി കൂടുന്നുണ്ടോ? ഖാസ് ഉണ്ടാകും, അതിനുകൊണ്ടാണ്. അപ്പൊ ഈമാന്റെ കൂടെ തഖ്വയും കൂടി ഉണ്ടെങ്കിലേ ഈ ഫൗഖിയത്ത് കിട്ടുള്ളൂ എന്ന്. അതാണ് യൗമൽ ഖിയാമത്തി അയ്യാനി ഫൗഖൽ മുശ്രിക്കീൻ. ഫൗഖഹുംന്റെ ദമീർ വെളിവാക്കി ഫൗഖൽ മുശ്രിക്കീന. എന്തുകൊണ്ട്? ലിഅന്നഹും, അന്നഹുന്റെ ദമീർ എടുത്തേക്ക് വല്ലദീന തഖ്വായ മുഅ്മിനീങ്ങള് ഫീലാ അലാ ഇല്ലീൻ, ഇല്ലീൻ എന്ന ശബ്ദത്തിന്റെ മേലെയാണുള്ളത്. വഹും ഇവരോ ഫി അസ്ഫലി സാഫിലിനായി. അപ്പൊ എന്തായി? ഹിസ്സിയല്ല, അല്ല ഹിസ്സിയായി. അപ്പൊ ഫതകൂനുൽ ഫൗഖിയത്തു ഹഖീഖത്തൻ ഔലി അന്നഹും ഫീ ഔജിൽ കറാമ, അല്ലെങ്കിലോ അത് മാനവിയിലേക്ക് അവിടെ പോകുന്നു. ഇവർ അള്ളാഹുവിന്റെ കറാമാത്തിന്റെ ഉന്നതിയിലാണ് അവര് മുഅ്മിനീങ്ങൾ. വഉലൈക ഫീ ഹലീദിൽ ദുല്ലി വൽ മഹാന, നിസ്സാരതയുടെയും വെളിമത്തരത്തിന്റെയും അടിത്തട്ടിലാണ് അവരുള്ളത്. അപ്പൊ മാനവി, അല്ലേ? ഫതകൂനുൽ ഫൗഖിയത്തു മജാസൻ. അപ്പൊ ഫൗഖ് എന്നുള്ളത് മജാസാണ്. അതേപ്പോ ഫൗഖ് എന്നുള്ളത് ഹിസ്സിക്ക് ഹഖീഖത്തും മാനവിക്ക് മജാസും എന്ന് വെച്ചുകൊണ്ടാണ്. അത് രണ്ടിനും പ്രയോഗിക്കാന്ന് വെച്ചാൽ രണ്ടും ഹഖീഖത്തിന്റെ.
മനസ്സിലായില്ലേ? ഓടിയല്ല. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും. ഹിദ്ദാറൈനി ഇരുവീട്ടിലും കൊടുക്കും. ബിഗൈരി ഹിസാബ് ഹിസാബില്ലാതെ. അതുകൊണ്ട് ലിയന്നഹു തആല ലാ യഖാഫു നഫാദു മാ ഇൻദഹു. അല്ലാഹുവിന്റെ അടുക്കൽ തീർന്നു പോകൂ എന്നുള്ളൊരു പേടി അടിയില്ലല്ലോ. അപ്പൊ കോരിയേറ്റും മാറിയേറ്റും ഹിസാബില്ലാണ്ട് കൊടുത്താലും മറ്റാകുമ്പോ അളന്നും മുറിച്ച് എണ്ണിച്ചിട്ടില്ല എല്ലാവർക്കും ചെയ്യേണ്ട പോകല്ല. അള്ളാഹുവിന്റെ മഖ്തൂറാത്തിന് അറ്റമേ ഇല്ല. അള്ളാഹു തആല ഗനിയാണ്. ഇതാണ് അള്ളാഹുവിന്റെ വസ്തു. അപ്പൊ അള്ളാഹിനെ അളക്കാനും തൂക്കാനും കഴിയുന്ന മദ്ഹബൊന്നും നമുക്കില്ല. ടേപ്പ് വെച്ചിട്ട് അളക്കാൻ തുലാസിൽ വെച്ച് തൂക്കാന്നല്ലാന്ന് ഇപ്പൊ മാരിഫത്ത് നിന്നിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കാര്യം വളരെ ഗൗരവമാണ്. നമ്മൾ ഹമാസ് പറഞ്ഞ് ക്ലാസ് കണ്ടുകൊടുക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറ്റപ്പെടുത്തി പറഞ്ഞു. ഒന്നും അങ്ങനെ പറയാൻ പറ്റും. അതിന്റെ ഉപ്പ പറഞ്ഞാൽ അങ്ങനെ പറയണമെന്നാണ്. ഉപ്പ പരക്കുന്ന പഠിപ്പിച്ചു കൊടുത്തത്. അപ്പൊ ഉമ്മൊരു ഭയ മനുഷ്യൻ അങ്ങനെ വരേണ്ടത്. അപ്പൊ ഇപ്പൊ തുടക്കത്തിൽ ഇസ്ലാമിനെ അടിയനെ പൊളിച്ചു കെട്ടണം. അതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിച്ചു പോയി താരിഖ് പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യത്തിൽ ഒരുപാട് സൂലൊക്കെ അത് വെച്ച് പുലർത്തുന്നുണ്ട്. അതിനെ എന്താക്കണം, തങ്ങളെ പറഞ്ഞുകൊണ്ട് വർണ്ണിച്ച് മനസ്സിലാക്കി കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ അന്ന് പറഞ്ഞ ഓർമ്മ 15 കൊല്ലം അത്രയായി. അന്ന് അനീപുണ്ടില്ല നോക്കാം. അല്ലപ്പ സമ്മതിക്കണ്ടേ മഹാലത്തിന് സാധാരണ മനുഷ്യനാ. സാധാ മനുഷ്യൻ പറഞ്ഞ് പണ്ടെന്നൊക്കെ പഠിപ്പിച്ചിട്ട് മനുഷ്യന്റെ മനസ്സിൽ കയറി അതിനെതിരായ ഒരു ഏറ്റക്കവറിപ്പൊന്നുമില്ല. അത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഉണ്ടാകിയ കോമട്ടി എന്ന് പറഞ്ഞ കൂട്ടരൊക്കെ ഇപ്പം തല്ലു തുടങ്ങി. അവർക്ക് ശൂലന്ന് വേറെ കൊടുത്തു. ഫല്ലാഹു സുബ്ഹാനഹു വ തആല യുവസ്സിഉ ബിഹസ്ബിൽ ഹിക്മതി വൽ മശീഅതി. അള്ളാന്റെ ഹിക്മത്തും മശീഅത്തും അനുസരിച്ചെന്താക്കും വിശാലത ചെയ്യും. അലാ ഇബാദിഹി അവന്റെ ഇബാദിന്. അപ്പൊ ഫമിൻഹും മൻ തകൂനു തൗസിഅതു തൗസിയത്ത് കിട്ടുക ഇസ്തിദ്റാജൻ അവനെന്താക്കും കുടുക്കി വലിക്കാൻ വേണ്ടിയിട്ട്. അതിലവൻ മഗ്റൂറായി കുടുക്കി വലിച്ചു. അതുപോലെ ഹൗലായിൽ കഫറ ഈ പറഞ്ഞില്ലേ മുഅ്മിനീങ്ങളെ കളിയാക്കുകയും ഹയാത്തുദ് ദുനിയ വളരെ ഭംഗിയാക്കുകയും ചെയ്ത കൂട്ടർക്ക് ആ പൈസ ഉണ്ടല്ലോ. ഇപ്പൊ ഖാറൂൻ, അതുപോലെ ഖാറൂനും അങ്ങനെ തന്നെയാണ്. വാദ്റാബിഹിം അവനെ പോരാത്തവർക്കും. ഇനി വമിൻഹും മൻ തകൂനു കറാമതൻ ചിലർക്ക് എന്താക്കും അല്ലാഹു തആല ആദരിച്ചു കൊടുക്കും. കഅഗ്നിയാഇൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളെ അഗ്നിയാക്കലുണ്ട്. അത് സദഖയായിട്ടും ധർമ്മമായിട്ടും റിലീഫിന് വേണ്ടിയിട്ടും പിന്നെ പട്ടിണി മാറ്റാനും പരയില്ലാത്ത കൊടുക്കാനെല്ലാം എന്താക്കും ഉപയോഗപ്പെടുത്തും. അതുപോലെ സുലൈമാൻ അലൈഹിസ്സലാമിനെ കണ്ടില്ലേ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളെ കണ്ടില്ലേ എന്നതുപോലെ. വഫിൽ ഹദീസി വഖഫ്തു അലാ ബാബിൽ ജന്നതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്വർഗത്തിന്റെ വാതിൽക്കൽ ഞാൻ നിന്ന് ഫറഅയ്തു അക്സറ അഹ്ലിഹാ ആ സ്വർഗത്തിലുള്ള ഭൂരിപക്ഷം അഹ്ലുകാരും ആരാണ്? അൽ മസാകീൻ മിസ്കീന്മാരായിട്ടാണ് കണ്ടത്. വവഖഫ്തു അലാ ബാബിൻ നാരി നരകത്തിന്റെ വാതിൽക്കൽ ഞാൻ നിന്ന് ഫറഅയ്തു അക്സറ അഹ്ലിഹൻ നിസാ നിസായിനെയാണ് കണ്ടത്. അവിടെ അപ്പൊ രണ്ടു കൂട്ടം കൊണ്ട് പോയി. അപ്പൊ അവിടെ പണക്കാർ പറഞ്ഞിട്ടില്ലേ സമ്പന്നന്മാരെ തടഞ്ഞു വെച്ചിട്ടുണ്ട് വിചാരണയ്ക്ക് വേണ്ടിയിട്ട്. സ്വർഗത്തിലും ആക്കിയിട്ടില്ല, നരകത്തിലും ആക്കാതെ അവിടെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. എപ്പോഴാണ് ആ ക്യൂന്ന് സലാമത്താകാന്ന് അറിയില്ല. ഇല്ല മൻകാന മിൻഹും മിൻ അഹ്ലിന്നാർ നരകത്തിൽപ്പെട്ട ആള് ആയാലൊഴികെ അവരെന്താക്ക നിരവാദി അങ്ങോട്ടേക്ക് വിടാം. ഫഖദ് ഉമിറ ബിഹി ഇലന്നാർ അവർ നരകത്തിലേക്ക് ആക്കപ്പെട്ടു. സ്വർഗത്തിൽ കയറേണ്ട ആള് തന്നെ വിചാരണ കഴിഞ്ഞിട്ടേ പോകാൻ കഴിയുള്ളൂ. അപ്പൊ ഇവിടെ എന്താ വന്നത്? പണക്കൊടുപ്പല്ല, സ്വർഗത്തിൽ കയറാനുള്ള മാർഗം എന്ന് പറഞ്ഞു. സഫർ പോയി. യഹൂദിയൻ കൂടെ ഒരു യഹൂദി ഉണ്ടായിരുന്നു. ഇന്നൂപ്പറതൊക്കെ വളരെ ഷോർട്ടാക്കി പറഞ്ഞു. ഇർഷാദുൽ ഇബാദിൽ വളരെ വിശാലമായി പറഞ്ഞിട്ടുണ്ട്. ഈസാ അലൈഹിസ്സലാമിന്റെ കൂടെ 3 ഇതുണ്ട്, പത്തിരിയുണ്ട്.
ഇത് അതുണ്ട്. യഹൂദിയ, അത് യഹൂദിക്ക് കൊടുത്തിട്ട് പറഞ്ഞു വെക്കാലെ സൂക്ഷിച്ചു വെക്കണേ എന്ന് പറഞ്ഞു. 3 പത്തല്. പിന്നെ അല്പം കഴിഞ്ഞതിന് ശേഷം അക്കലൽ യഹൂദിയ്യു വാഹിദൻ മിൻഹാ, യഹൂദി ഒന്നുണ്ടാക്കി സാപ്പിട്ട് കഴിച്ച് ബാക്കി 2 ഇല്ലേ. ഫഖാല ഈസ അലൈഹിസ്സലാം പറഞ്ഞു ആയത്തിൽ അഖ്റാസ് സലാസ, 3 റൊട്ടി തന്നിരുന്നില്ല ഇങ്ങെടുക്കുന്നു. ഫഖദ്ദമ ഖുർസൈനി, 2 വെച്ച്. ഫഖാല അയിന സാലിസഹുമ, 3ാമത്തൊന്ന് വേണ്ടേ. ഫഖാല യഹൂദി പറഞ്ഞേ ലം തകുൻ അക്സറ മിൻ ഹാദാ, 2 ഉണ്ടായിട്ടുള്ളൂ, 3ാമത്തെ ഇല്ലാന്ന്. കണ്ടാ, ആയിക്കോട്ടെ. ഫമശയ, അങ്ങനെ 2 നടന്ന് ഹത്താ ഷാഹദ മിൻ ഈസ അജായിബ്, ഈസ അലൈഹിസ്സലാമിന്റെ വക്കൽ നിന്ന് ഒരുപാട് അജീബായ മുഅ്ജിസാത്തുകൾ കാണപ്പെട്ടു. അത് പറഞ്ഞാക്കി ഒറ്റ വാക്കി ചുരുക്കി. സമുദ്രത്തിന്റെ മേലെ നടന്നതും ഇങ്ങനെ പലതും കണ്ടില്ല. അതുപോലെ ഒരു മാന ആടിനാട്ടം വിളിച്ചിട്ട് അറുത്തിട്ട് ഹയാത്താക്കിയതിനെ കാണിച്ചു കൊടുത്തില്ല. സുഹൃദിന്റെ മാമാന്നുള്ളത് ഇർഷാദ് മോദിയാണ്. ഇർഷാദ് കിട്ടിയ അല്ല നല്ല നല്ല ഈത്താവണം. ഏതായാലും ഈസ അലൈഹിസ്സലാം എന്താക്കി സത്യം ചെയ്ത് പറഞ്ഞു ഹത്താ യുഖിറ ബിൽ ഖുർസി സാലിസ്, 3ാമത്തെ റൊട്ടി അയാൾ സമ്മതിക്കട്ടെ എന്ന് വെച്ചാൽ ഫലം യുഖിറ, എന്നിട്ട് സമ്മതിക്കുന്നില്ല. ഫലഹിഖ, അങ്ങനെ പോയി ബി സലാസി ലബനാത്തിൻ മിനൽ ദഹബി, സ്വർണത്തിന്റെ 3 കൂമ്പാരങ്ങൾ കണ്ടു. ഫഖാല ഈസ അലൈഹിസ്സലാം പറഞ്ഞു വാഹിദത്തുല്ലി, 1 എനിക്ക്, വാഹിദത്തുല്ലക, 1 നീ, 1 എനിക്കും, 3ാമത്തത് ആ റൊട്ടി കട്ടു എനിക്ക് തന്നു. വല്ലാഹി ഞാൻ തന്നെ കട്ടുന്നുണ്ട്. തോറ്റില്ലേ. വാഹിദത്തുല്ലിമൻ അക്കലൽ ഖുർസ സാലിസ, 3ാമത്തെ റൊട്ടി തിന്നോനിക്കാണ് 1 കൂമ്പാരം തന്നു. ഫഖാലൽ യഹൂദി പറഞ്ഞു അന അക്കൽതുൽ ഖുർസ സാലിസ, 3ാമത്തെ റൊട്ടി ഞാനാ തിന്നത് എന്ന് സ്വയം സമ്മതിച്ചു. ഫഖാല ഈസ അലൈഹിസ്സലാം പറഞ്ഞ 3 നീർത്തു. അതാ നീ പിരിഞ്ഞു പോകണം. യഹൂദിക്ക് 3 കൂമ്പാരം കൊടുത്തിട്ട് നടന്നങ്ങ് പോയി. കള്ളന്മാരിൽപ്പെട്ട 3 ആൾ അവിടെ എത്തി. ഖതലൽ യഹൂദിയ, യഹൂദിയെ കൊന്നു. അപ്പൊ ഈ 3 കൂമ്പാരം 3 കള്ളന്മാർക്കായില്ലേ. ലബനാത്തിന് അവരെടുത്തിട്ട് സുമ്മ ബാസു മീൻ ജുംലത്തിഹി, ആ 3 കള്ളന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ അയച്ച് വാഹിദൻ ലഹും ബിതആമി, ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അയച്ചു. അപ്പം ഭക്ഷണം കൊണ്ടുവരുന്നവൻ എന്താക്കി, മറ്റേ 2 ആളെ കൊല്ലാൻ വേണ്ടിയിട്ട് വിഷം കലർത്തി. അപ്പം ഭക്ഷണം കഴിച്ചിട്ട് ആ 2 ആൾ കിട്ടി. ഇവർ 2 ആളും കൂടി മറ്റവനെ വന്നപാട് കൊല്ലാൻ വേണ്ടിയിട്ട് കൊന്നു. അപ്പൊ 3 ആൾ എന്തായി, പോയി. ഫലമ്മാ ഗാബ അൻഹുമാ, 2 ആളും തൊട്ട് ഗായിബായപ്പോൾ തശാവറ, ഇവിടെ ഇരിക്കുന്ന 2 ആളുണ്ടല്ലോ ചോറ്റെ കാത്തിരിക്കുന്നേ, അവർ മുഷാവറ ചെയ്തു ഫീ ഖത്ലിഹി, ഭക്ഷണം വാങ്ങാൻ പോയ വ്യക്തിനെ കൊല്ലാൻ. വഖാല, 2 ആളും ഇദാ റജഅ ഖതൽനാഹു, അവൻ വരട്ടെ, വന്നാൽ നമുക്ക് കൊല്ലണം. വാഖദ്നാ നസീബഹു, അവൻ്റെ ഓരിയും കൂടി നമുക്ക് എടുക്കാം. അപ്പോൾ 1.5 കിട്ടുമല്ലോ. ഭക്ഷണം വാങ്ങാൻ പോകുന്ന വഴിയിൽ ഷൈത്താൻ എന്താക്കി, ഒറ്റവൻ വസ്വാസാക്കി ഭക്ഷണത്തിൽ വിഷം ചേർക്കണമെന്ന്. എന്ന സ്വർണ്ണം എനിക്ക് മുഴുവനും കിട്ടും. അയാളെ പോട്ടി വസ്തറ സുമ്മൻ, അങ്ങനെ വിഷം വാങ്ങിയിട്ട് ഭക്ഷണത്തിൽ അത് ചേർത്ത്, ഇസ്തറാഹു വാങ്ങിയ ഭക്ഷണത്തില് കൂട്ടുകാരൻ 2 ആളും കഴിച്ച് മൂത്ത 2 ആളും വെച്ച്. അപ്പൊ ഒരാൾ കൊല്ലപ്പെട്ടു, 2 ആളും വിഷം കഴിച്ചിട്ടും വെച്ച്. ലബനാത്ത് 3 ഒനിക്കെടുക്കാനാണ്. നോക്കുമ്പോ ഫലമ്മ കദിമ അലൈഹിമാ, അവർ 2 ആൾ ജയിക്കും. ഇയാൾ ഭക്ഷണം കൊണ്ട് വന്നപ്പോൾ കാമ, 2 ആൾ എണീറ്റ് വഖതലാഹു, മറ്റവനെ കൊന്ന്. എന്നിട്ടോ സുമ്മ അക്കലത്ത ആമഫമാത്ത, ഭക്ഷണം കഴിച്ചിട്ട് അവർ ചത്തു. അപ്പം ഫഅബറ അലൈഹിം ഈസാ അലൈഹിസ്സലാം തിരിച്ചു വരികയാണ് ഈ സംഭവത്തിലേക്ക്. വരുമ്പോ ഫവജദൽ യഹൂദിയ,
കൂടെ നടന്ന അപ്പം കെട്ട യഹൂദിയില്ലേ, അയാളും വഹാഉലായി സലാസ മറ്റേ മൂന്നാളും കൂടിയിട്ട് മഖ്തൂലീൻ എല്ലാവരും കൊല്ലപ്പെട്ട് കിടക്കുന്നു. ഫതഅജ്ജബ മിൻ ദാലിക, ഇത് കണ്ടപ്പോൾ ഈസാ അലൈഹിസ്സലാമിന് അജബായി. വഖാല ഹകദാ തഫ്അലു ദുനിയാ ബിഅർബാബിഹാ, ദുനിയാവ് എന്താക്കും ഇതിൻ്റെ അർബാബിനെ കൊണ്ട് കളിപ്പിക്കൽ ഇങ്ങനെയാണ് അല്ല. അതുകൊണ്ട് ഫയംബഗീലിൽ ആഖിലായ മനുഷ്യന് അനിവാര്യമാണ് അല്ലാ യഗ്തറ ബികസ്റത്തി ദുനിയാ, ദുനിയാവ് ധാരാളം കിട്ടി എന്ന് പറഞ്ഞിട്ട് വഞ്ചിക്കപ്പെടണ്ട. വല്ലാ യഹ്തമ ഫീ ജംഇഹാ, അത് മുഴുവനും ശേഖരിക്കുന്ന വിഷയത്തിൽ പൂർണ്ണ ശ്രദ്ധയും വേണ്ട. ബൽ യസ്റഉ ഫീഹാ കൈ യഹ്സുറ ഫിൽ ആഖിറ, ആഖിറത്തിലേക്ക് കൊയ്യേണ്ട ആവശ്യത്തിന് എന്താക്കുക, ഇവിടെ കൃഷി നടത്തിക്കൂടാം. മസ്റഅത്തുൽ ആഖിറ എന്നല്ലേ പറഞ്ഞത്, പരലോകത്തിലേക്കുള്ള കൃഷിയിടമാണ്. വലാ യംബഗി, ഇനിയോ മറ്റൊന്ന്, വലാ യംബഗി ലിൽ അഗ്നിയാ, ഈ അഗ്നിയാക്കൾക്ക് പറ്റാത്തതാണ് അൻ യുഹക്കിറുൽ ഫുഖറാ, ഫുഖറായിനെ നിസ്സാരപ്പെടുത്തലി, ബിൽ ഗുറൂർ ബികസ്റത്തി ദുനിയാഹും, ദുനിയാവ് വർദ്ധിച്ചു എന്ന അതിൽ ചതിയിൽപ്പെട്ടുകൊണ്ടിട്ട് ഫുഖറായിന. വലാ യസ്ഖറൂ മിൻഹും, അവരെ തമാശയാക്കിയോ കളിയാക്കിയോ വേണ്ട. ലിഅന്ന ഹാദിഹി സിഫത മിൻ സിഫാത്തിൽ കഫറ, അത് കുഫാറുകളെ സിഫാത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞില്ലേ. ഇത് സുയ്യിന ലില്ലദീന കഫറൽ ഹയാത്തുദ് ദുനിയാ വയസ്ഖറൂന മിനല്ലദീന ആമനൂ, രണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്. ഇത് ഒന്ന് ഹയാത്തുദ് ദുനിയ അവർക്ക് ഭംഗിയാക്കി, അതാണ് ഇവിടെ പറഞ്ഞത്. വലാ യംബഗീ ലിൽ അഗ്നിയാ എന്ന് പറഞ്ഞു. വയസ്ഖറൂന മിനല്ലദീന എന്ന് പറഞ്ഞതിന്റെ ബാക്കിയാണ് വലാ യസ്ഖറൂ മിൻഹും എന്ന് പറഞ്ഞത്. ഒരു കസ്റ്റമറെ പോട്ട് ഒന്ന് തുടക്കം കുറിക്കാനുണ്ട്. തുടങ്ങാന്ന് നമുക്ക് അഹദ് മിസാക്കാക്കിയിട്ടെല്ലാം വന്നിരുന്നു. കാന الناس أمة واحدة فبعث الله النبيين, ജനങ്ങൾ ഉമ്മത്തും വാഹിദാണ്, ഒറ്റ അഖീദ, ഒറ്റ വിശ്വാസം, ഒറ്റ ദീന്. ആ രൂപത്തിലായിരുന്നു ആദ്യത്തെ രംഗം. അവിടെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദീൻ ഏതാണ്? ഇസ്ലാം. അവരുടെ കലിമ ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആദം റസൂലുള്ളാഹി ഉണ്ടാവും, ആ കൂട്ടത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി ആ കൂട്ടത്തിലുണ്ട്. അത് തങ്ങളെന്ന റസൂല് തന്നെയാണല്ലോ. പിന്നെ അല്ലാഹു തആലാക്ക് വെളിപ്പെടുത്തക്കവ ചെയ്യലും വെളിപ്പെടലും, അതാണ് മൊത്തത്തിലുള്ള കാനുകൾ. ഉമ്മത്തും വാഹിദയാണ്. പിന്നെ എപ്പോഴാണ് ഇങ്ങനെ കുറേ തായ്പത്ത് വന്ന് അതിനെ ആരാധിക്കുന്നു, പാമ്പിനെ ആരാധിക്കുന്നു, പശുവിനെ ആരാധിക്കുന്നു, മറ്റേനെ ആരാധിക്കുന്നു എന്ന് തുടങ്ങിയിട്ട് പലതിനെയും പല വിശ്വാസങ്ങളുണ്ട്. ഇനി ഇസ്ലാമിൽ കയറി വന്നപ്പോൾ എഴുവിച്ചില്ലാനും പാർട്ടിയായി. സഹാബത്തിൻ്റെ കാലത്ത് ഒറ്റയല്ലേ, കാലം കയ്യിലോടുകൂടി ഒരു കൂട്ടർ അങ്ങനെ ഒരു കൂട്ടർ ഇങ്ങനെയാക്കി അള്ളാഹ്ക്ക് കഴിയുണ്ടെന്ന് പറഞ്ഞ്, കാലുണ്ടെന്ന് പറഞ്ഞ്, ചന്തി ഉണ്ടെന്ന് പറഞ്ഞ്, അള്ളാഹിനെ അളക്കാൻ കഴിയും, തൂക്കാൻ കഴിയും, അങ്ങനെ ഒന്ന് വന്ന് അമ്പിയാക്കൾക്ക് തന്ന് മയസീത്തുണ്ടാവുന്ന ഒരു കൂട്ടർ പറഞ്ഞ് ഇതാ പറയുന്നത്. അപ്പം നബിമാരെ അള്ളാഹു തആല അയച്ച് ഇതിന് ആ പണ്ടേത്തെ ഒറ്റ ഉമ്മത്തിലേക്ക് മടക്കാൻ വേണ്ടിയാണ്. പിഴച്ചതെല്ലാം തള്ളണം. ഐ ജമാഅത്തൻ വാഹിദ, ഒരൊറ്റ ജമാഅത്ത്. മുത്തഫഖീന ഫിൽ ഈമാൻ, ഈമാനിന്റെ വിഷയത്തിൽ ഇത്തിഫാഖാണ് അവർ. എവിടുന്ന് മുതൽ? മിൻ വഖതി ആദമ ഇലാ മബ്അസി നൂഹ് അലൈഹിസ്സലാം, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം തുടങ്ങിയിട്ട് നൂഹ് അലൈഹിസ്സലാമിന്റെ കാലം വരെ എത്തിയത്. വകാന ബൈനഹുമാ 10 ഖുറൂൻ, അവരുടെ ഇടയിൽ 10 കർണുകളുണ്ടായിരുന്നു. ഒരു കർണ് എന്ന് പറഞ്ഞാൽ എന്താണ്? 100 കൊല്ലം എന്ന് പറയും. അപ്പൊ കണക്കിനാണ് 1000 കൊല്ലം. റളിയല്ലാഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കാന ബൈന നൂഹിൻ വആദം 10 ഖുറൂൻ കുല്ലുഹും അലൽ ഇസ്ലാം, ഒറ്റ ഇസ്ലാമായിരുന്നു. സുമ്മ ലഹറത്ത് ഇബാദത്തുൽ അസ്നാം, പിന്നെയാണ് ഇബാദത്തുൽ അസ്നാം രംഗത്ത് വന്നത്. അതെ. فبعث الله النبيين, നബിമാരെ അല്ലാഹു തആല അയച്ചു അലൈഹിസ്സലാത്തു വസ്സലാം. കണ്ടാ, അതിനപ്പുറം കണ്ട ഫഖ്തലഫൂ എന്നാണ്.
അപ്പൊ ഫഖ്തലഫു എന്താ കൂട്ടിയത്? ഉമ്മത്തം വാഹിദത്തായി നബിമാരയച്ചു. ഫബഅസല്ലാഹു നബീന, അതായത് ആ രണ്ട് ജംലയും തമ്മിലൊരു കണക്ഷൻ കാണുന്നില്ല. നോക്കിയറാ, ജനങ്ങൾ ഉമ്മത്തം വാഹിദിയാണ്, നബിമാരെ അല്ലാഹു തആല അയച്ചത്. എന്തിനയച്ചത്? ലിയഹ്കുമ ബൈനന്നാസി, ജനങ്ങളിടയിൽ വിധിക്കാൻ, ഫീമഖ്തലഫു ഫീഹി, അവർ എന്തിലാണോ ഭിന്നിച്ചത് ആ വിഷയത്തിൽ ഹക്ക് കൊണ്ട് വിധിക്കാൻ. അപ്പൊ എന്താക്കണം? ഭിന്നിച്ചിട്ടുണ്ട് എന്ന് വരണ്ടേ? അല്ല, ഇവർ ഡ്യൂട്ടി നിർവഹിക്കാൻ കഴിയില്ലല്ലോ. അതിന് മൂപ്പർ തക്ദീദ് ചെയ്തു ഫഖ്തലഫു. മനസ്സില്ല? കാനന്നാസു ഉമ്മത്തൻ വാഹിദത്തൻ ഉണ്ടാക്കണം ആയത്തല്ലേ? ഫഖ്തലഫു ഫബഅസല്ലാഹു നബിയ്യീൻ, അവർ നമുക്ക് ചണ്ട കൂടിയിട്ട് അത് പ്രശ്നം തീർക്കാൻ വേണ്ടി അല്ലാഹു തആല നബിമാരയച്ചതാണ്. അപ്പൊ ഫബഅസ അതെന്തിനെ അങ്ങനെ ഇഖ്തിലാഫ് ആയി എങ്ങനെ കിട്ടി? ബിദലാലത്തി ഖൗലിഹി തആല ലിയഹ്കുമ ബൈനന്നാസി ഫീമ ഇഖ്തലഫു ഫീഹി, എന്തിലാണോ ഇവർ തർക്കമുണ്ടായത് അതിൻ്റെ ഇടയിൽ ഹക്ക് കൊണ്ടെന്താക്കണം? വിധി കൽപ്പിക്കണം. അപ്പൊ ആ അതിൽ നിന്ന് മനസ്സിലായി ഒരു ഫഖ്തലഫു നടന്നിട്ടുണ്ട് എന്നുള്ളത്. തിരിഞ്ഞില്ലേ? അപ്പൊ നബിമാരെ പണി എന്താ? മുബശ്ശിരീൻ വ മുൻദിരീൻ, അവർ മുബശ്ശിരീങ്ങളാണ്, ബിസ്സവാബി, കൂലി കൊടുക്കൽ കൊണ്ട്, ലിമൻ ആമന വ അത്വാഅ, വ മുൻദിരീന, പേടിപ്പിക്കുന്നവരുമാണ്, മുഹദ്ദിരീന ബിൽ ഇഖാബി ലിമൻ കഫറ വ അസാ. ശരിയില്ലേ? എന്നിട്ടോ അയക്കുകയും ചെയ്തിട്ട് അൻസല മഅഹുമുൽ കിതാബ, അവരുടെ കൂടെ കിതാബിനെ ഇറക്കി. അപ്പൊ എല്ലാ നബിമാർക്കും കിതാബ് ഉണ്ടായില്ല. അതെന്താക്കും? ഇന്ന കിതാബ് നിങ്ങൾ അംഗീകരിച്ചോളാൻ പറയും, ആ കിതാബ് ഓർക്കും. ഒറ്റക്ക് മാത്രല്ല, ഐ മാകുല്ലി വാഹിദിൻ മിൻഹും, അത് മാഹുവിന്റെ മിമ്മല്ലഹു കിതാബ്, കിതാബുള്ളവരെ ഓരോരുത്തരും കൂടെ, എന്നാണ്ട് ഓരോ വ്യക്തികൾക്കും കിതാബ് കൊടുത്തു എന്ന അർത്ഥത്തിനല്ല. ബിൽ ഹഖി, ആ കിതാബ് തന്നെ ഹക്കുമായി ബന്ധപ്പെട്ട രീതിയിലാണ്. ബിൽ ഹഖി വൽ അദ്ലി ഷാഹിദൻ ബിഹി, എന്തിനാണ്? ലിയഹ്കുമ, അവർ വിധിക്കാൻ വേണ്ടിയിട്ട്, ബൈനന്നാസ്, ജനങ്ങളുടെ ഇടയിൽ, ഫീമ ഇഖ്തലഫു ഫീഹി, അതിനാണ് ലിയഹ്കുമ ബൈനന്നാസ് ഫീമ ഇഖ്തലഫു ഫീഹി, ഐ ഫിൽ ഹഖി ഇല്ല അല്ലദി ഇഖ്തലഫു ഫീഹി ബഅദൽ ഇത്തിഫാഖ്, ഇത്തിഫാഖോടുകൂടി കഴിഞ്ഞതിന് ശേഷം ഇഖ്തിലാഫായ വിഷയങ്ങളിൽ ഹക്ക് കൊണ്ട് വിധിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറയുന്നു, ഇവർ ഇഖ്തിലാഫായത് ഹക്ക് തീർന്നതിന് ശേഷം തന്നെയായിരുന്നു. ഇന്നത്തെ പുത്തനാശക്കാർക്കൊന്നും ഒന്നും തിരിച്ച വമഖ്തലഫ ഫീഹി, ഹക്കിന്റെ വിഷയത്തിൽ ഇഖ്തിലാഫായിട്ടില്ല, ഇല്ലല്ലദീന ഊതൂഹു, കിതാബ് നൽകപ്പെട്ട കൂട്ടരല്ലാതെ, കിതാബ് ഇല്ലാത്ത കുറവല്ല. അൽ കിതാബുൽ മുനസ്സൽ ഇഖ്തിലാഫ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇറക്കപ്പെട്ട കിതാബ് നൽകപ്പെട്ട കൂട്ടർ തന്നെയാണ് ഇഖ്തിലാഫായത്. അത് നേരത്തെ പറഞ്ഞ എന്തായി? നിഅമത്ത് നിഖമത്തായി, ഹിദായത്തിന് വേണ്ടി ഇഖ്തിലാഫ് മാറ്റാൻ വേണ്ടിയാണ് എന്താക്കിയത്? കിതാബ് ഇറക്കിയത്. അതുകൊണ്ട് തന്നെ ഇഖ്തിലാഫ് പോയി. ആ കിതാബ് വളച്ചൊടിച്ച് അർത്ഥം വെച്ച് ഓതിയിട്ട് പേദ്യം മുറിച്ച് വെച്ചിട്ട് ഇപ്പത്തൊന്നും ഇനമാശറും അതിനെ യുഹായിലൊന്നും വയ്ക്കൂല. അപ്പൊ അകസുൽ അമ്ര, കാര്യം നേരെ അക്സായി. ഹൈസു ജഅലു മാ ഉൻസില ലിസാലത്തിൽ ഇഖ്തിലാഫ്, ഇഖ്തിലാഫിനെ മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നത് സബബൽ ഇസ്തിഹ്കാമിഹി, ഇഖ്തിലാഫ് ഇവിടെ ഉറക്കം കാരണമായി മാറി. വറസൂഖിഹി, അത് കൊണ്ടുപിടിക്കാനും. മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിനാത്ത്, കിതാബിലൂടെ അംബിയാക്കളാക്കിലൂടെ അവരെന്താക്കിയിട്ടുണ്ട്? ബയ്യിനാത്ത് വന്നിട്ടുണ്ടെന്ന് തന്നെ. അപ്പോൾ ഇതില്ല, വിവരില്ല. റുസിഖത്ത് ഫീ ഉഖൂലിഹിം, എന്താണത്? ബാഗിയം ബൈനഹും, അതിൻ്റെ കാരണം മഫ്ഊൽ ലഹു ആണ്. ഇവരുടെ ഇടയിലുള്ള ബഗ്യാന്നത്. ബഗ്യൻ എന്താകും? ഹസദ് എന്ന് അർത്ഥം വെക്കാറുണ്ട്. ബഗ്യം ബൈനഹും ഐ വമാ കാനൽ ഇഖ്തിലാഫു ഇല്ലാ ലിൽ ബഗ്യി വത്തഹാലുകി അല ദുനിയാ, ദുന്യാവിൻ്റെ മേലെ വീണ് മരിക്കാനും എന്താക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യേറാനും മാത്രമാണ്. വൽ ഹസദി വൽ ദുൽമി, ഹസദും ദുൽമിനും വേണ്ടിയാണ് ഇഖ്തിലാഫിൻ്റെ കാരണം. ഇതാണ് ഇതിനെ കൊണ്ട് വേറെ നേട്ടമൊന്നുമില്ല. അതുപോലെ കമാ ഫഅല ഖാബീലു ബിഹാബീൽ, ഇവിടെ കണ്ടില്ലേ? ഖാബീൽ ഹാബീലിനെ കൊന്നതിന് വേണ്ടിയിട്ടാണ്.
വമാ ഖതലഹുൽ ഇസ്കാലുൽ ഹഖി അലൈഹി, ഇവർക്ക് ഹക്കും ബാത്തിലും തിരിയായിട്ടല്ല, ബഗ്യാന്ന്. ബൽ ഹസദൻ മിൻഹു അലാ അഖീഹി, അഖാരാണ് ഹാബീൽ, ഹാബീലിന്റെ മേലെ ഹസദ് തിന്നിട്ടാണ് ഹാബീൽ ചെയ്തത്. വഹകദാ ഫീ കുല്ലി അസ്രിൻ, ഇതാണ് എല്ലാ കാലത്തിലുമുള്ള സ്വഭാവം. പക്ഷെ മുഅ്മിനീങ്ങൾ അല്ലാഹു തആല എന്താക്കിയിട്ടുണ്ട്, അവിടെ ഒറ്റക്കെട്ടായി നിർത്തിയിട്ടുണ്ട്. അവർക്ക് എന്തില്ല, ഇത് ഇഖ്തിലാഫില്ല. ഫഹദല്ലാഹു അല്ലദീന ആമനൂ ബിൽ കിതാബി, അല്ലാഹുവിന്റെ കിതാബ് കൊണ്ട് വിശ്വസിച്ചവർ അല്ലാഹു ഹിദായത്തിലാക്കി. ലിമഖ്തലഫൂ ഫീഹി, അതെന്തിലാണോ അവർ ഇഖ്തിലാഫായത്, ഇവർക്ക് ഇഖ്തിലാഫില്ല. അതിന്റെ സത്യാവസ്ഥ ഇന്നതാണ്. മിനൽ ഹക്കിനാൽ ബയാനുൽ ലിമാ, ലിമാ എന്ന് പറഞ്ഞില്ലേ, അതിന്റെ ബയാനാണ്. അത് തന്നെ അള്ളാഹു ഇതിനോടുകൂടി എന്നല്ലാണ്ട് ഇവർക്ക് സ്വന്തം ഹിദായത്ത് ഇവർ സ്വന്തം ഉണ്ടാക്കി കഴിവല്ല. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹു ബിഅംദിഹി വതയ്സീരിഹി വലുത്ഫിഹി ഹത്താ അബ്സറുൽ ഹഖ ബിനൂരി തൗഫീഖ്, തൗഫീഖാകുന്ന നൂറ് കൊണ്ടവർ ഹക്കിനെ കണ്ടു, മിനൽ ബാത്തിൽ ഒഴിവാക്കിക്കൊണ്ടിട്ട്. والله يهدي من يشاء إلى صراط مستقيم لا يضل سالكه, ആ മുസ്തഖീമായ പാതയിൽ സഞ്ചരിക്കുന്നവർ ഒരിക്കലും തെറ്റൂല. മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ ഈ കാലത്ത് ഇങ്ങനെ തന്നെയാണ്. ഇല്ല, അവിടെ ഇഖ്തിലാഫല്ലല്ലോ, അവിടെ നുൽമൽ, അതായത് നുൽമിന് ഉദാഹരണം പറഞ്ഞല്ലേ. ഈ ഇഖ്തിലാഫ് ആകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പം തന്നെ പല തായ്ഫത്തായിട്ട് പല ആകുന്നതിനാണ് ഹാസിദും മഹസൂദും തമ്മിലുള്ള ഖിലാഫിൽ ഇപ്പം നടക്കുന്നത്. കിബിലക്ക് മാറ്റില്ല, ഖുർആന് മാറ്റില്ല, മദ്ഹബിന് മാറ്റില്ല, ഒന്നുമില്ല. പിന്നെ എന്താണ് തർക്കം എന്ന് ചോദിച്ചാൽ ഇപ്പം എന്താ പറയല്? ഹസദും മഹസൂദും തമ്മിലുള്ള തർക്കാണ്. ബഗ്യ്. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, ഇനി പറയാൻ പോകുന്നത് ഒരു പരീക്ഷണങ്ങളും നിങ്ങളെ തീണ്ടാതെ കണ്ട് വേഗം ഒറ്റ സ്വർഗത്തിലേക്ക് അങ്ങ് എത്തൂന്ന് വിചാരിച്ചാണ്, അത് വ്യാമോഹമാണ് എന്നാ പറയും. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ കയറുമെന്നെങ്കിൽ വിചാരിച്ചിട്ടുണ്ടോ? എത്തരത്തിൽ? വലമ്മാ യഅതികും മസലുല്ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ അസ്ഹാബിമാർക്കുണ്ടല്ലോ ഉമ്മത്തിന്, അതുവർക്കുള്ള മസല്, അവർക്ക് സംഭവിച്ചതുപോലെ ഒന്നും സംഭവിക്കാതെ വളരെ സുഖകരമായി സ്വർഗത്തിൽ കയറാം. അവരൊക്കെ നയിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് സ്വർഗത്തിൽ കയറുമ്പോൾ നമുക്ക് ഫ്രീ. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഖാതബ ബിഹിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുഅ്മിനീൻ. അപ്പൊ ഹം ഹസിബത്തും എന്ന ഖിതാബുണ്ടല്ലോ, ഒരു അന്തും എന്നൊരു ഖിതാബുണ്ടല്ലോ അവിടെ. അതാരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുഅ്മിനീങ്ങളോട്. ബാദമാ ദുകിറ ഇഖ്തിലാഫിൽ ഉമ്മി, ഉമ്മത്തിമാരുടെ ഇഖ്തിലാഫ് പറഞ്ഞതിന് ശേഷം ആരമേൽ അലൽ അംബിയ, അംബിയാക്കളെ പേരിലുള്ള ഇഖ്തിലാഫ്. ഇതാണ് ഒരു കൂട്ടർ അള്ളാഹുവിന്റെ മോനാന്ന് പറഞ്ഞു, അല്ല അള്ളാഹ് തന്നെയാന്ന് പറഞ്ഞു, അല്ലേ? പക്ഷെ അങ്ങനത്തെ ഇഖ്തിലാഫ് ആരെ പേരില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരില്ല. പക്ഷെ ഒന്നുണ്ട്, സാധാരണ മനുഷ്യനാണ്, ഒരു ദിവസം 100 കുറ്റം ചെയ്യുന്ന ആളാണ്. ഇതാ ഇഖ്തിലാഫുകളുണ്ട്. അത് അവിടെ ഒരു ഇഖ്തിലാഫ് ആണെങ്കിൽ ഇവിടെ മറ്റൊരു ഇഖ്തിലാഫ്. അത് തശ്ജീഅൻ ലഹും, മുഅ്മിനീങ്ങൾ അല്ലാഹു തആല ധൈര്യം പകരുകയാണ് അല സബാത്തി, സബാത്തിന്റെ മേലിൽ. അപ്പൊ ഒരു അലാന താലൂക്കടുത്തേക്ക് തശ്ജീഇലേക്ക്, അല്ലേ? സബാത്തിനോട് അലൽ മുസാബറത്തി, സബർ കൈകൊള്ളണം എന്നതിലേക്ക്. മുസാബറത്തിന്റെ മേലെ സബാത്ത്, ഈ അലാന താലൂക്കടുത്തേക്ക് സബാത്തിലേക്ക്. അലാ മുഖാലഫത്തിൽ കഫറത്തി, കഫറത്തിനോട് എതിരായിട്ട് നിൽക്കണം എന്നതിന്റെ താലൂക്കടുത്തേക്ക് മുസാബറത്തിൽ. എത്ര അല കിടന്നിട്ടുണ്ട്? തശ്ജീഅൻ ലഹും അല സബാത്തി അലൽ മുസാബറത്തി അലാ മുഖാലഫത്തിൽ കഫറത്തി. കാരണം ഫഇന്ന ആഖിബത്തൽ അംറി നസ്ർ, ഏതൊരു കാര്യത്തിന്റെ ആഖിബത്ത് നസ്റാണ്. വലമ്മാ യഅതികും, അത് ഹാലാണ്. എത്തരത്തിൽ? വലമ്മാ യഅതികും, നിങ്ങൾക്ക് വരാതെ. ഐ വൽഹാലു ലം യജിഇകും, എന്ത് വന്ന്? മസലുല്ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർക്കുള്ള ഒരു സിഫത്ത്, അത് സിഫത്തുല്ലദീന മദൗ മിൻ ഖബ്ലികും. അത് ആ കൂട്ടത്തിൽ ആരുണ്ട്? മിനൽ അംബിയാഇ വമൻ മഅഹും മിനൽ മുഅ്മിനീന റളിയല്ലാഹു അൻഹും.
അപ്പം വലം തുബ്തലൂ ബഅദു, അതാണ് ഏത് വലമ്മായത്തിക്കും മസലുല്ലദീന ഖലൂ എന്ന് പറഞ്ഞ വലം തുബ്തലൂ ബഅദു, നിങ്ങൾക്ക് ഇതുവരെയും ഒരു പരീക്ഷണവും കിട്ടാതെ ബിമബ്തുലൂ ബിഹി, ആ മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്ക് മിനൽ അഹ്വാലിൽ ഹായില, മിനൽ അഹ്വാലിൽ ഹായില, ഭയാനകമായ രംഗങ്ങൾ അവർക്കൊന്നല്ലോ, അതിലൊന്നും കുടുങ്ങാതെ വളരെ സുഖകരമായിട്ട് സ്വർഗത്തിലേക്ക് നേരെ. അല്ലതീ ഹിയ മസലുൻ ഫിൽ ഫളാഅത്തി വശിദ്ദത്തി, കാഠിന്യത്തിന്റെ വിഷയത്തിലും വളരെ കഷ്ടപ്പാടിന്റെ വിഷയത്തിലും ഒരു മസല തന്നെയായിരുന്നു ആര്? മുൻഗാമികൾ. അപ്പൊ അതുകൊണ്ട് വഹുവ മുതവക്കഉൻ വമുൻതളറുൻ, അതുണ്ടാകുമെന്ന് കാത്തിരിക്കണം, പ്രതീക്ഷിക്കണം. എന്നിട്ടോ അവർക്ക് എന്താ സംഭവിച്ചത് എന്ന് കേൾക്കാൻ വേണ്ടി താല്പര്യമുണ്ടാവും. അതാ മസ്സതുഹുമുൽ ബഅ്സാഉ വല്ലറാഉ വസുൽസിലൂ, മൂന്ന് കാര്യം. ബഅ്സ എന്താണ്? ഷിദ്ദത്ത് മിനൽ ഖൗഫി വൽ ഫാഖ, കഷ്ടപ്പാട്, പട്ടിണി, വാറ്റത്ത് കല്ലെല്ലാം വെച്ച് കെട്ടി ദിവസങ്ങളോളം മാസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ കഴിഞ്ഞുകൂടേണ്ടി വന്നു. ലറാഅുന ആലാമും അമ്രാദുകളും വന്ന്. ഇനി മൂന്ന് വസുൽസിലൂ, അവരെന്താക്കി? കിടിലം കൊള്ളിക്കപ്പെട്ടു. കഠിനമായ കാര്യങ്ങൾ അവർക്ക് നേരിട്ടത് കൊണ്ട് സിൽസാലാണ്. എത്ര വരെ? ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅഹു, അർ-റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പം വിശ്വസിച്ച മുഅ്മിനീങ്ങളും പറയുന്നത് വരെ എത്തിപ്പോയി. എന്താ പറഞ്ഞത്? ഹത്താ യഖൂലാന്റെ മക്കൾ പറയും മതാ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം എപ്പോഴാണ് എന്ന്. പക്ഷെ വരൂല എന്നല്ല അവർ പറയുന്നത്, ഇനി അള്ളാഹിന്റെ സഹായം ഇല്ല എന്നല്ല പറയുന്നത്. മത്താന്റെ ചോദ്യപ്പാണ്. അപ്പൊ അവരുടെ ആ ചോദ്യം ഉള്ളത് നസ്റ് വരും, നസ്റ് എത്തും, പക്ഷെ എപ്പോ? ഇതല്ലാണ്ട് നസ്റ് ഇല്ല. അദ്ദേഹം കുഫാർ എന്താക്കി മാ വേദനല്ലാഹു റസൂലില്ലാ ഖുറൂറാന്നാണ്. നമ്മൾ ചതിച്ചു കളഞ്ഞു. നസ്റ് വരും എന്ന് പറഞ്ഞിട്ട് ചതിച്ചു, ഒരു നസ്റും ഇല്ല. ഇനി ഇതിന്റെ എപ്പാൻ നസ്റ് വെച്ച് മൂത്തടിക്കാൻ ഇറങ്ങാൻ, പുറത്തിറങ്ങാൻ കഴിയൂല ഖന്തക്കിന്റെ ദിവസത്തിൽ അല്ലേ. എന്നിട്ട് കിസ്റയും കേസലിനെയും കട്ടാരം പിടിക്കുമെന്ന് പറയുകയും ചെയ്യാം. വയഖൂലുൽ മുനാഫിഖൂന വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ മാ വഅദനല്ലാഹു വറസൂലുഹു ഇല്ലാ ഖുറൂറാ എന്നല്ലേ പറഞ്ഞു. പക്ഷെ ഇവിടെ അതല്ല മത്ത എന്ന് വെച്ചാൽ ഒരു കാത്തിരിക്കുന്ന കാര്യമുണ്ട്, അതിന് ക്ഷമയെ ഇവർ ചോദിക്കുന്നുള്ളൂ, വരൂല എന്നല്ല. കാഠിന്യത്തിന് വേണ്ടി അവരുടെ കാര്യം എവിടത്തേക്ക് എത്തി? റസൂല് വരെ പറയുന്നതിലേക്ക് എത്തിച്ചേർന്നു. ആ റസൂലാരാ? ബഹു ആലമുന്നാസി ബിശുഊനില്ലാ, അള്ളാഹുവിന്റെ കാര്യങ്ങളെ കൊണ്ട് ഏറ്റവും അറിയുന്നവരാണ് ആര്? റസൂലി. സഹായം വരുമെന്ന് ഏറ്റവും ഉറപ്പുള്ളവരുമാണ് റസൂലി. വൽ മുഅ്മിനൂനൽ മുഖ്തദൂന ബിആസാരിഹി, തങ്ങളുടെ ആസാറിനെ കൊണ്ട് ബിംബിച്ചവരും. അൽ മുസ്തദീഊന ബിഅൻവാരിഹി, തങ്ങളുടെ അൻവാറുകളെ കൊണ്ട് പ്രകാശം സിദ്ധിച്ചവരാണ് മുഅ്മിനീങ്ങൾ. അവരും പറഞ്ഞു മതാ, അതാ മതാ യഅതി നസ്റുല്ലാഹ്. അതാ ഏത് നസ്ർ? അല്ലദീ വഅദനാ വഅദനാഹു, നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് എന്താണ്? ഈ മത എന്നുള്ള ചോദ്യം തലബൻ തമന്നിയല്ലഹു, അത് ചോദ്യമാണ്. കിട്ടൂല എന്ന നിരാശയല്ല പറഞ്ഞ, തലബാണ്, തമന്നിയാണ്. ഇസ്തിത്വാലത്തിൽ മുദ്ദത്തി ശിദ്ദത്തി വല്ലന, പ്രയാസങ്ങളുടെ സമയം കുറച്ച് നീണ്ടല്ലോ എന്നുള്ളത്. ഫഅജാബഹുമുല്ലാഹു സുബ്ഹാനഹു വതആല ബിഖൗലിഹി ലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ് എന്ന് മറുപടിയും പറഞ്ഞു. അല്ലാഹുവിന്റെ നസ്ർ ഖരീബാണ്. ഐ അന നാസിറു ഔലിയാഇ, എൻ്റെ ഔലിയായിനെ ഞാൻ സഹായിക്കും. ലാഹ മഹാലത, സംശയിക്കണ്ട. വനസ്രി ഖരീബും മിൻഹും, എൻ്റെ സഹായം അവർക്ക് അടുത്ത് തന്നെയുണ്ട്. ഫഇന്ന കുല്ല ആതിൻ ഖരീബൻ, വരാൻ പോകുന്നത് അടുത്ത് തന്നെയാണ് മസല. വലമ്മാ കാനൽ ജവാബു ബിദിക്രിൽ ഖുർബി, ഖുർബിനെ പറയിലൂടെ ജവാബ് കിട്ടിയത്. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബൻ അല്ലേ, ഖുർബോണ്ടല്ലേ മറുപടി പറഞ്ഞേ. ദല്ല ദാലിക ദാലിക അലാ അന്ന സുആല, ഇത് സുആലി മതാ നസ്റുല്ലാഹ്, സുആലി കാന വാഖിയൻ അൻ സമാനിൻ നസ്രി, നസ്റിന്റെ സമയത്തിനെ കുറിച്ചാണ് ചോദ്യം എന്നാണ്. നസ്ർ വരോ, അസ്റുൻ നസ്ർ വരോ ഇല്ലോ എന്നല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ചതിന്നല്ല അർത്ഥം ഉണ്ടായില്ല. ആ ഖരീബൻ ഹുവ അം ബഈദ്, അതാ ചോദ്യം.
വലൗ കാന സുആലു അൻ വഖൂഇ അസ്ലിൻ നസ്രി, നസ്റിന്റെ അസ്ല് തന്നെ ഉണ്ടാകുമോ എന്ന സുആലാണെങ്കിൽ ബിമാന അന്നഹു ഹൽ യൂജദു ഔലാ, ഉണ്ടോ ഇല്ലയോ എന്നല്ല, ഉണ്ട്, അതെപ്പോഴും അതാ. അപ്പൊ ലമാക്കാന ജവാബ് മുതാബിഖൻ ലിസ്സുആൽ, അപ്പൊ മറുപടി എന്താണ്? കരീബ് എന്നല്ലേ. കരീബ് എന്നുള്ളത് ബലൂ എന്നല്ലേ അടുത്ത് വരുന്നതല്ലേ കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഉണ്ടെന്ന് ഉറപ്പാന്നല്ലോ. വഫിൽ ആയത്തി ഇശാറത്തുൻ, ആയത്തിൽ ഇശാറത്തുണ്ട് ഇലാ അന്നൽ വുസൂല ഇലല്ലാഹി തആല, അല്ലാഹുവിലേക്കുള്ള വസൂലും വൽ ഫൗസ ബിൽ കറാമത്തി ഇൻദഹു, അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനങ്ങൾ കൊണ്ട് വിജയിക്കലും ബിറഫ്ദിൽ ഹവാ വൽ ലദ്ദാത്ത്, തടിഹയും ലദ്ദാത്തും വലിച്ചെറിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ. കാരണം അസ്ഹാബന്മാർക്കൊന്നില്ല, സുഖിക്കാനുള്ള സമയം ഉണ്ടായിട്ടില്ല. റളിയല്ലാഹു അൻഹു. വമുകാബദത്തി ശദാഇദി വരിയാദാത്തി, കഠിനമായ സിദ്ദത്തുകളും റിയാദാത്തുകളും തരണം ചെയ്തുകൊണ്ടും. കമാ ഖാല അല്ലാഹു തആല ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹി വഹുഫത്തിൻ നാറു ബിശ്ശഹവാത്ത്, സ്വർഗം പുതിയപ്പെട്ടത് മക്റൂഹകളെ കൊണ്ടാണ്, ദേഹത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ കൊണ്ട്. എന്നാൽ നരകത്തിന് പുതിയപ്പെട്ടതോ ഷഹവാത്ത് കൊണ്ടുമാണ്. وعن خباب بن الأرت رضي الله عنه പറയുന്നു قال شكونا إلى رسول الله صلى الله عليه وسلم, തങ്ങളിലേക്ക് നാം പരാതി ബോധിപ്പിച്ച് മാ നൽകാ മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളിൽ നിന്ന് നമുക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച്. فقال عليه الصلاة والسلام പറഞ്ഞു إن من كان قبلكم من الأمم, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഉമ്മത്തിലുണ്ടായിരുന്നു കാനൂ യുഅദ്ദബൂന ബിഅൻവാഇൽ ബലാ, ബലാഇന്റെ അൻവാഇകളെ കൊണ്ട് തഅദീബ് ചെയ്യപ്പെടുന്നവരുണ്ടായിരുന്നു. അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ കാര്യത്തിൽ പെട്ടിട്ടില്ലേ, വലിയ തോട് കുഴിച്ചിട്ട് എന്താക്കും, തീ കൊണ്ടാരിട്ടിട്ട് തള്ളിയിടല്. അതാ ഫലാ യസ്രിഫും ദാലിക അൻ ദീനിഹിം, എന്നാൽ അവരുടെ ഹക്കായ ദീനിനെ തൊട്ട് അതൊന്നും അവർ പിന്തിരിപ്പിച്ചിട്ടില്ല. ഹത്താ ഇന്ന റജുല കാന യൂദഉ അലാ റഅസിഹിൽ മിൻശാർ, ഒരു വ്യക്തിന്റെ തലയിൽ ഈർച്ചപാട് കൊണ്ടുവച്ചിട്ട് ഫയസഖു ഫിൽഖത്തൈൻ, ഇങ്ങനെ ഈർന്നിട്ട് രണ്ട് കഷ്ണമായിട്ടിടും. വയുംശത്തു റജുലു ബിഅംശാത്തിൽ ഹദീദ്, ഇരുമ്പിന്റെ ചീർപ്പുകളെ കൊണ്ടെന്താക്കും വാർന്നിട്ട് ബിമാ ദൂനൽ അദ്മി മിൻ ലഹമിൻ വഅസബിൻ, ശരീരത്തിൽ എന്താക്കും മാംസം മുഴുവൻ തേങ്ങ ചണ്ടിയ മാതിരി നാടി ഞരമ്പെല്ലാം കൊണ്ട് മാതി കളഞ്ഞിട്ടുണ്ടായിരുന്നു. മാ യസ്രിഫു ദാലിക അൻ ദീനിഹി, എന്നാലും ദീനിനെ തൊട്ട് തെറ്റിച്ചിട്ടില്ല. ഞാൻ അള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്ത് പറയുന്നു, ഈ കാര്യം അല്ലാഹു തആല പൂർത്തിയാക്കുക തന്നെ ചെയ്യും, ഒന്നും പേടിക്കണ്ട. സൻആയിൽ നിന്ന് ഹദ്റമൗത്തിലേക്ക് യാത്ര പോകുവാണ്. എന്നാലോ ലാ യഖ്ഫാ ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാണ്ട് പേടിക്കാനുണ്ടാവില്ല, കള്ളന്മാരുണ്ടാവില്ല, കൊള്ളക്കാരുണ്ടാവില്ല, അവരെ പിടിക്കാനും ആളില്ല, അത്രയും സുരക്ഷിതമായി. ചിലപ്പോ ആട്ടിന്റെ മേല് ചെന്നായി വന്നേക്കാം, അതൊരു സ്വാഭാവികമാണ്. വലാകിന്നഹും തസ്തഅജിലൂൻ, എങ്കിലും നിങ്ങൾ കുറച്ച് തിരക്ക് കൂട്ടുന്നുണ്ട്, കാത്തിരിക്കണം എന്നാണ്. അൽ ഹദീസ് അഖ്റജഹുൽ ബുഖാരി മുസ്ലിം, അല്ല അതല്ല രണ്ടാമത്തെ, ബുഖാരി ബിലഫ്ളി മുഖാരിബിൻ വഫീ സുനനി അബീ ദാവൂദ് വന്നസായി റളിയല്ലാഹു അൻഹു. എന്ന് ചെലവാക്കലിലേക്കാണ് അടുത്ത ആയത്ത് വരുന്നത്. കള്ളാസ് അവിടെ അവിടെ ഉണ്ടാകും, മലയാളം വെക്കുന്നു. ആ